മോർണിംഗ്. എൻ്റെ പേര് ഷഹാന. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് സ്പെഷ്യാലിറ്റി MSc ചെയ്തു. അപ്പോൾ ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്ന് ഒരു 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏത് എക്സാംസ് നഴ്സിംഗിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാംസിനും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു 50 ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സോഡിയാക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമ്മുടെ ലോങ് ടേം 1 ഇയറിൻ്റെ സെക്കൻഡ് ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ കൂടെ നമുക്ക് 4000-ൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയൽസ് കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കോഴ്സിൽ നമുക്ക് ഈ ഒരു 1 ഇയറിൽ വരുന്ന ഏത് നഴ്സിംഗ് എക്സാംസും ഇൻക്ലൂഡിങ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ കോച്ചിങ് ക്ലാസ്സസ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എപ്പോഴും നമുക്കൊരു ടഫാണ്, എന്ന് വെച്ചാൽ ഒരു ഡ്രൈ ടോപ്പിക്കാണ് എപ്പോഴും എല്ലാവരും പറയാറ്. കാരണം പബ്ലിക് ഹെൽത്ത് അങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റി റിലേറ്റഡ് പോകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ടഫ് ഏരിയ ആണ്. പക്ഷേ കുറച്ചുകൂടി ഈസി ആയിട്ട് കുറച്ചുകൂടി സിമ്പിൾസ്റ്റ് ഫോമിലാണ് ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് എന്താണ്? സോ നമ്മൾ പഠിക്കുന്നു പബ്ലിക് ഹെൽത്ത് ആണ് നമ്മളെപ്പോഴും റിലേറ്റ് ചെയ്ത്, കമ്മ്യൂണിറ്റി പറയുമ്പോൾ നമ്മൾ പബ്ലിക് ഹെൽത്ത് ആണ് പറയുന്നത്. സോ പബ്ലിക് ഹെൽത്തിൻ്റെ അതിനകത്ത് വരുന്ന മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇതിൽ വരുന്നതിൽ ഒരെണ്ണം മെയിൻ ഫങ്ഷൻ അല്ല. സോ ഫസ്റ്റ് വൺ ഈസ് അസസ്മെൻറ്റ്, പ്രിപ്പയർനെസ്, അഷുറൻസ് ആൻഡ് പോളിസി ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്കിപ്പോൾ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ്, പ്രിപ്പയർനെസ്, അഷുറൻസ് ആൻഡ് പോളിസി ഡെവലപ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം നമുക്കില്ല. അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അസസ് ചെയ്യും. പബ്ലിക് ഹെൽത്തിലായാലും എവിടെയായാലും നമ്മുടെ മെയിൻ ഫംഗ്ഷനാണ് അസസ് ചെയ്യുക എന്നുള്ളത്. അസസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തറിയാൻ പറ്റൂ, ഒരു കണ്ടീഷൻ അറിയാൻ പറ്റും, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ്, അവരുടെ ബാക്കി എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് അസസ്മെൻ്റ് ആണ്. പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, എന്ത് പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയില്ല. സോ അഷുറൻസ് എന്താണ്? അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഷുർ ചെയ്യുവാണ്, നമുക്ക് ഡയഗ്നോസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമെന്ന് പറയുന്നതിനാണ് അഷുറൻസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോളിസി ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് അസസ്മെൻറ്റ്, അഷുറൻസ് ആൻഡ് പോളിസി ഡെവലപ്മെൻറ്റ് മാത്രമേ നമ്മുടെ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത് വരാറുള്ളൂ. സോ പ്രിപ്പയർനെസ് ആണ് അതിൽ എക്സെപ്ഷൻ. ഓക്കെ, സോ പ്രിപ്പയർനെസ് വരില്ല. അസസ്മെൻറ്റ് ചെയ്ത് അഷുറൻസ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പോളിസി ഡെവലപ്മെൻറ്റ്. സോ ദീസ് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് പബ്ലിക് ഹെൽത്ത്. So we can move on to next question, that is essential components of primary health care and essential components of primary health ഏതൊക്കെയാണെന്നാണ് question. Maternal and child health and family planning, then supply of essential goods and services, prevention and control of important diseases and supply of essential drugs and equipment. So these are the components. ഇതിൽ ഒരെണ്ണം നമ്മുടെ കമ്പോണൻ്റ് അല്ല. സോ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിങ് നമുക്കറിയാം പ്രൈമറി ഹെൽത്ത് കെയറിൽ ഏറ്റവും ബേസിക് ആണ് MCH കെയർ അല്ലെങ്കിൽ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് എ കമ്പോണൻറ്റ്. ദെൻ സപ്ലൈ ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസ്, മേ ബി ഇതായിരിക്കില്ല, കാരണം നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിൽ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുക്കേണ്ട കാര്യമില്ല. The next is prevention and control of important diseases. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡിസീസിൻ്റെ പ്രിവെൻഷനും കൺട്രോളിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമറി ഹെൽത്ത് കെയർ എന്നൊരു കൺസെപ്റ്റ് തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ കൊണ്ടുവന്നത്. ദെൻ സപ്ലൈ ഓഫ് എസെൻഷ്യൽ ഡ്രഗ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. നമുക്കറിയാം പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സബ് സെൻറ്റേഴ്സിനും പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിനും ഒക്കെ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് വിത്ത് ഡ്രഗ്സ് ആൻഡ് ആവശ്യമുള്ള ബാക്കി എക്യുപ്മെൻറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് സപ്ലൈ ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. അത് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് അല്ല. So option B is the correct answer. So next one is 4 principles or pillars of the primary health care. So primary health care എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ തുടങ്ങിയത് കാരണം പ്രൈമറി ഹെൽത്ത് കെയർ ആണ് ഏറ്റവും ബേസിക്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കി പോയിട്ടേ കാര്യമുള്ളൂ. സോ ഫസ്റ്റ് ഇസ് 4 പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പില്ലേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൈമറി ഹെൽത്ത് കെയറിൻ്റെ പില്ലേഴ്സ് എന്തൊക്കെയാണ്? കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആൻഡ് അഡിക്വേറ്റ് സപ്ലൈ ആണോ? അപ്രോപ്രിയേറ്റ് നോളജ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി, ദെൻ അപ്രോപ്രിയേറ്റ് ടെക്നോളജി ആൻഡ് കിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഇന്റർ സെക്ടോറൽ കോർഡിനേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. സോ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയറിൽ ഏറ്റവും ഫോർമോസ്റ്റ് നമുക്ക് വേണ്ടത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനാണ്. അത് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോപ്പറായിട്ട് നമുക്ക് ഹെൽത്ത് കെയർ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. ദ നെക്സ്റ്റ് ഈസ് അതുപോലെയാണ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് വേണം, നമുക്ക് പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് നമുക്ക് എല്ലാ ഫെസിലിറ്റീസും വേണം. ദെൻ അതുപോലെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ അതൊരു കമ്പോണൻ്റ് ആണ്, കാരണം നമുക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടണം. പ്രൈമറി ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈച്ച് ആൻഡ് എവറി പബ്ലിക്കിന് കിട്ടേണ്ടതാണ് പ്രൈമറി ഹെൽത്ത് കെയർ. സോ ദാറ്റ് ഷുഡ് ബി ഹാവ് എ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഇന്റർ സെക്ടോറൽ കോർഡിനേഷൻ എന്തായിരിക്കും? അതായത് നമ്മുടെ ഓരോ സെക്ടർ മീൻസ് പബ്ലിക് സെക്ടർ പ്രൈവറ്റ് സെക്ടർ ഒരു ഇന്റർ റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പ്രൈമറി ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ആദ്യം പറഞ്ഞു. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 3 and 4. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് 3 and 4. Option A 1 and 2, 3 and 4, then 2 and 3 and 1 and 4. Here the correct option is 3 and 4.
So the correct answer is what? B, 3 and 4. That is appropriate technology and equitable distribution should be there, intersectoral coordination and community participation should be there. So these two are the correct answer. 4 principles or pillars of the primary health care is appropriate technology, equitable distribution, intersectoral coordination and community participation. Host factors in epidemiological triad include. Here we all know the epidemiological triad. Epidemiological triad endana? So this is the epidemiological triad. Here we can write a host. ഇവിടെ നമുക്ക് ഏജന്റ് എഴുതാം. ഇവിടെ എന്താണ് വരുന്നത്? എൻവയോൺമെന്റ്. സോ ഈ നമ്മുടെ ഡിസീസ് കോസേഷന് പല മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് എപ്പിഡമിയോളജിക്കൽ ട്രയാഡ്, ഹോസ്റ്റ്, ഏജന്റ് ആൻഡ് എൻവയോൺമെന്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോസ്റ്റ് ഫാക്ടേഴ്സ് ഏതാണ് ഈ എപ്പിഡമിയോളജിക്കൽ ട്രയാഡിൽ ഹോസ്റ്റ് ഫാക്ടേഴ്സ് ഏതൊക്കെ വരുന്ന. സോ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഇൻട്രിൻസിക് ഫാക്ടർ, ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് ആൻഡ് സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ് ആൻഡ് ഓൾ ദ എബോ. സോ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്റ്റ് ഫാക്ടേഴ്സ്, ഹോസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മീൻസ് നമ്മുടെ ഏജൻറ്റ്, നമ്മുടെ എന്താണ്, നമ്മളാണ് ബോഡി അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ എന്താണോ ഹോസ്റ്റ്, നമുക്ക് എന്തിലാണോ ഏജൻ്റ് ആണ് ആദ്യം വരുന്നത്. ഏജൻ്റ് ആണ് മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യുന്ന ആൾക്കാർ, ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ഏജൻ്റ് എന്ന് പറയുന്നത്. ഹോസ്റ്റിൽ വന്ന് എന്ത് ചെയ്യും അവർ? നമുക്ക് ഡിസീസ് ഉണ്ടാക്കും. ആ ഡിസീസ് ഉണ്ടാക്കുന്നത് ഏത് ഫേവറബിൾ എൻവയോൺമെൻറ്റ് ആകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ അത് അറ്റാക്ക് ചെയ്ത് നമുക്ക് അസുഖം വരുന്നത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റാണ് ഏജൻറ്റ്, ഹോസ്റ്റ്, എൻവയോൺമെൻറ്റ് എന്നൊരു എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് യൂസ് ചെയ്ത് നമുക്ക് പറയുന്നത്. സോ ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെ വരാം? ഒന്ന് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ്. ഇൻട്രിൻസിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹോസ്റ്റിനുള്ളിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, നമ്മൾ നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാ അസുഖങ്ങളും വരില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും പെട്ടെന്ന് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ പറയാം ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് അല്ലേ. നമ്മൾ അറിയാമല്ലോ, നമുക്ക് ഏജ് കൂടും തോറും നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരും. അപ്പോൾ ഏജ് കുറഞ്ഞ ആൾക്കാർക്കുള്ള അസുഖങ്ങൾ പോലെ അല്ല ഏജ് കൂടിയ ആൾക്കാർക്ക്. അതുപോലെ മെൻ, വിമൺ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. മെന്നിന് വരുന്ന കുറേ അസുഖങ്ങളും ഫാക്ടേഴ്സും ഉണ്ട്. അതുപോലെ വിമണിന് വരുന്ന കുറച്ച് വേറെ ഉണ്ട്, ഫീമെയിൽ, മെയിൽ അങ്ങനെ വരാറുണ്ട്. സോ അങ്ങനത്തെ കുറേ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യാറുണ്ട് ഹോസ്റ്റിൻ്റെ. ദെൻ സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും തന്നെയാണ് എന്തിന് വരുന്നത്? ഹോസ്റ്റ് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓൾ ദ എബോ ആണ്. സോ ദീസ് 3 ഫാക്ടേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഹോസ്റ്റ് ഫാക്ടർ. ഓക്കെ. So that this answer is D, all the above. So next one is eradication smallpox, then here regional eradication dash. Eradication smallpox eradicate ചെയ്തു, then regional eradication എന്താണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ സ്മോൾ പോക്സ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്തു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്താണ് ഈ റീജിയണൽ ഇറാഡിക്കേഷൻ? അതെന്താണെന്ന് മനസ്സിലായാലും നിങ്ങൾക്ക് ഈ ആൻസേഴ്സ് ഇതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇറാഡിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമ്മൾ ഡിസീസ് നമ്മുടെ ഈ ലോകത്തു നിന്ന് തുടച്ച് നീക്കപ്പെടുന്നു എന്നുള്ളതിന് നമ്മൾ ഇറാഡിക്കേറ്റഡ് ഡിസീസ് എന്ന് പറയാറുണ്ട് അല്ലേ. പക്ഷേ നമുക്ക് ഇറാഡിക്കേഷനിൽ വേറൊരു ഇത് കാര്യോടെയുണ്ട്. ഇറാഡിക്കേറ്റ് ചെയ്തെങ്കിലും ഈ ഇറാഡിക്കേറ്റ് ചെയ്തതിൻ്റെ സ്പെസിമെൻ നമുക്ക് ലാബിൽ ഉണ്ടാവും. അതിനെയാണ് ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇറാഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമുക്ക് ഡിസീസ് ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ സ്മോൾ പോക്സ് ഉണ്ടാക്കുന്ന വൈറസ് നമുക്ക് ഇവിടെ ഇല്ല, ഇനി ഡിസീസ് സ്പ്രെഡ് ചെയ്യാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ സ്പെസിമെൻ നമുക്ക് ലാബിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. സോ ദാറ്റ് ഈസ് ഇറാഡിക്കേഷൻ. ദെൻ റീജിയണൽ ഇറാഡിക്കേഷൻ മീൻസ് ഒരു റീജിയണിൽ ഇപ്പം നമുക്ക് ഓരോ അസുഖങ്ങൾ പല സ്ഥലങ്ങൾ, അതായത് ഹോൾ വേൾഡ് എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അണ്ടറിൽ നമ്മൾ വരുന്നുണ്ടല്ലോ എല്ലാ കൺട്രീസും. അപ്പോൾ അതിൽ കുറേ കൺട്രികളിൽ എന്ത് ചെയ്യും? ചില ഡിസീസസ് ഇപ്പോഴും ഉണ്ട്, അത് ചില കൺട്രികളിൽ കാണില്ല. അപ്പോൾ റീജിയണലി നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റീജിയണൽ ഇറാഡിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലും നമ്മുടെ സ്പെസിമെൻ എവിടെ ഉണ്ടാവും? ലാബിൽ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ രണ്ടിലും സ്പെസിമെൻ ലാബിൽ അവൈലബിൾ ആണ്. പക്ഷേ റീജിയണൽ ഇറാഡിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഓരോ റീജിയണിൽ അതില്ല എന്നുള്ളത്, ആ റീജിയണിൽ ആ ഡിസീസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് പറയുമ്പോൾ ലെപ്രസി, TB, പോളിയോ ആൻഡ് മീസിൽസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആൻസർ വരുന്നത് പോളിയോ ആണ്. ഓക്കെ, ആൻസർ സി ഈസ് പോളിയോ. പോളിയോ ആണ് എന്ത് പറയുന്നത്? റീജിയണൽ ഇറാഡിക്കേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ആൾ പോളിയോ ആണ്. ഓക്കെ, ലെപ്രസി നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇല്ലല്ലോ, കുറവാണ്. പക്ഷേ TB ഇപ്പോഴും ഉണ്ട്, മീസിൽസും ഇപ്പോഴും ഉണ്ട്. ഇതൊന്നും ഇറാഡിക്കേറ്റഡ് അല്ല. അപ്പോൾ പോളിയോ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇറാഡിക്കേറ്റഡ് ആണ്, പക്ഷേ വേറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും പോളിയോ കേസസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പോളിയോ കേസ് ലാസ്റ്റ് വന്നത്, അതായത് നമ്മുടെ ഇന്ത്യ പോളിയോ ഫ്രീ സർട്ടിഫിക്കേഷൻ WHO കൊടുത്ത സർട്ടിഫിക്കേഷൻ കരസ്ഥമാക്കിയിരിക്കുന്ന ഇയർ എന്ന് പറയുന്നത് 2014 ആണ്. ഓക്കെ,
അതായത് പോളിയോ ഫ്രീ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും ഇന്ത്യക്ക്. അത് കിട്ടിയിരിക്കുന്നത് 27 മാർച്ച് 2014 കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് ഗിവൺ ബൈ ഹോം? WHO ആണ് കൊടുക്കുന്നത്. അപ്പോൾ WHO തന്നതാണ് നമുക്ക് ഈ പോളിയോ ഫ്രീ സർട്ടിഫിക്കേഷൻ. ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യയാണ്. ഇന്ത്യയിലും ഉണ്ട്. അതുപോലെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇത് പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കി രാജ്യങ്ങളിൽ സ്റ്റിൽ ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. കാരണം നമുക്ക് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷൻ, എമിഗ്രേഷൻ അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ പോളിയോ ഡിസീസ് നമുക്ക് വീണ്ടും സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് നമുക്ക് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ഇപ്പോഴും നമുക്ക് പൊക്കോണ്ടിരിക്കുന്നത്. സോ അത് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടത് മാർച്ച് 2014 ഏറ്റവും ലാസ്റ്റ് കേസ് വന്നത് 2011 വെസ്റ്റ് ബംഗാളിലാണ് ലാസ്റ്റ് കേസ് നമ്മുടെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് കേസസ് 2011 വെസ്റ്റ് ബംഗാളിൽ റിപ്പോർട്ട് ചെയ്തു. അതും കൂടി ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് 2014 പോളിയോ ഫ്രീ ആയത്. ദെൻ ഇറാഡിക്കേഷൻ ഞാൻ പറഞ്ഞു. ദെൻ റീജിയണൽ ഇറാഡിക്കേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട്, 1-2 രാജ്യങ്ങളിൽ ഇപ്പോഴും ഇല്ല. സോ റീജിയണലി ഇറാഡിക്കേറ്റഡ്. സോ നെക്സ്റ്റ് ഈസ് എക്സ്റ്റിങ്ഷൻ ആണ്. എന്താ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ വേൾഡിൽ നിന്ന് തന്നെ ആ ഒരു വൈറസിനെ തുരത്തുക എന്നുള്ളതാണ്. കംപ്ലീറ്റ്ലി ആ ഡിസീസ് ഇനി വരില്ല, അത് പോയി. പക്ഷേ അത് ഇവിടെ നമുക്ക് വേറൊരു പ്രശ്നമുള്ളത്, നമ്മുടെ ലാബിലും സ്പെസിമെൻ സൂക്ഷിച്ചിട്ടില്ല. പിന്നെ വേറൊരു സത്യാവസ്ഥയുള്ളത്, ഇങ്ങനെ ഒരു ഡിസീസ് ഇതുവരെയും ഇല്ല. അങ്ങനെ ഒരു ഡിസീസിനെയും കംപ്ലീറ്റ് എക്സ്റ്റിങ്ക്റ്റ് ആക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സോ അതാണ് ഇറാഡിക്കേഷൻ, റീജിയണൽ ഇറാഡിക്കേഷൻ ആൻഡ് എക്സ്റ്റിങ്ഷൻ തമ്മിലുള്ള വ്യത്യാസം. So here the regional eradicated one is polio. Next is India was declared free of smallpox. നമ്മുടെ smallpox ഇന്ത്യയിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ, ഇറാഡിക്കേറ്റ് ചെയ്ത ഡിസീസ് ആണ്. സോ ദി ഇയർ എന്ന് പറയുന്നത് ഏതാണ്? Which year this polio was declared as, India is declared as polio or smallpox free? Sorry, polio അല്ല, smallpox. That is answer is 1975 ആണ് ആൻസർ കേട്ടോ. 1975 നമ്മുടെ ഇന്ത്യ വാസ് ഡിക്ലെയർഡ് ഫ്രീ ഓഫ് smallpox, 1975. Next is health gap is used to measure the contrast between the health status of. So health gap എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ പ്രൈമറി ഹെൽത്ത് കെയർ അങ്ങനെ റിലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഹെൽത്ത് ഗ്യാപ്പ്. വാട്ട് ഈസ് ഹെൽത്ത് ഗ്യാപ്പ്? ഹെൽത്ത് ഗ്യാപ്പ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ്. നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് ആരുടെയോ 2 പേരുടെ ഹെൽത്ത് സ്റ്റാറ്റസിൻ്റെ കോൺട്രാസ്റ്റ് നോക്കുന്നതിനാണ് നമ്മൾ ഹെൽത്ത് ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ആൻസർ വേരിയസ് റീജിയൻസ് ഓഫ് WHO അതോ എനി 2 പോപ്പുലേഷൻ ഓർ കമ്മ്യൂണിറ്റി ആണോ, അല്ലെങ്കിൽ 2 കൺട്രീസ് ആണോ, ദെൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ് ഓഫ് എ കൺട്രി ആണോ, ഇതിലേതാണ് ആൻസർ വരുന്നത്? സോ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഹെൽത്ത് ഗ്യാപ്പ് ഒന്നും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് നമ്മൾ തിയറി പഠിച്ചു പോകുന്നതാണ്. പക്ഷേ നമുക്ക് ഒരു നഴ്സിംഗ് ട്യൂട്ടർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ എക്സാംസ് ഒക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ ഹെൽത്ത് ഗ്യാപ്പ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് എനി 2 പോപ്പുലേഷൻസ് ഓർ കമ്മ്യൂണിറ്റീസ് ആണ് ആൻസർ കേട്ടോ. എനി 2 populations or communities. Sorry, ആൻസറിൻ്റെ സ്ലൈഡ്. എനി 2 populations of or communities. ഏതെങ്കിലും 2 പോപ്പുലേഷൻസോ അല്ലെങ്കിൽ 2 കമ്മ്യൂണിറ്റീസിൻ്റെയോ ഹെൽത്ത് സ്റ്റാറ്റസ് നോക്കുന്നതിനാണ് നമ്മൾ ഹെൽത്ത് ഗ്യാപ്പ് എന്ന് പറയപ്പെടുന്നത്. സോ നെക്സ്റ്റ് ഇസ് 8th question is full form of DALI. DALI കേട്ടിട്ടുണ്ടാവോ? ഡാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ ഡിസബിലിറ്റി റിലേറ്റഡ് ഒരു സംഭവമാണ്. നമ്മുടെ ലൈഫ് ഇയേഴ്സ് അസസ് ചെയ്യാനുള്ളതാണ്. സോ ഇതിനകത്ത് നമുക്ക് ഡാലിയുടെ ഫുൾ ഫോം ആണ് ചോദിച്ച ക്വസ്റ്റ്യൻ. ഡിസീസ് അക്കൗണ്ടഡ് ലൈഫ് ഇയേഴ്സ് ആണോ, ഡെത്ത് അക്രേറ്റഡ് ലിവിങ് ഇയേഴ്സ് ആണോ, ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് ആണോ, ഡിസാസ്റ്റർ ആവറേജ് ലോസ്റ്റ് ഇയേഴ്സ് ആണോ? അപ്പോൾ ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് ആണ്. സോ വാട്ട് ഈസ് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ്? അതായത് നമുക്കിപ്പോൾ നമ്മുടെ ജീവിതം മീൻസ് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ലൈഫ് നോക്കുമ്പോൾ അതിനകത്ത് എത്രത്തോളം ഡിസബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഇമ്പയർമെൻറ്റും അങ്ങനെ ഒന്നുമല്ല, അതായത് ഹാൻഡിക്യാപ്ഡ് ആവുക ഒന്നുമുള്ളതല്ല, എല്ലാം വരാം, ഏത് അസുഖം വേണോ വരാം. ഇപ്പം നമുക്ക് ക്രോണിക് ഇൽനെസ് വന്ന ആൾക്കാരുണ്ടാവും അല്ലേ, നമ്മുടെ ഹൈപ്പർ ടെൻസീവ് ആണോ അല്ലെങ്കിൽ ഡയബറ്റിക് ആണോ, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഓങ്കോളജിക്കൽ കേസസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്ത് കാര്യങ്ങളും ഇതിനകത്ത് വരാം. സോ ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഏത് ഡിസബിലിറ്റിയും വരാം. ആ ഡിസബിലിറ്റിയിൽ എത്ര നാൾ അല്ലെങ്കിൽ ആ ഡിസബിലിറ്റി കൊണ്ട് എത്ര നാൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു എന്നുള്ളത് ഒരു കണക്കെടുക്കുന്നതിനെയാണ് നമ്മൾ ഡാലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡാലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇതുണ്ട്, ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഡാലി ഈസ് ഈക്വൽ ടു ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് ഈക്വൽ ടു YLD
പ്ലസ് YLL. എന്താണ് ഈ YLD ആൻഡ് YLL? YLD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയേഴ്സ് ലീവ്ഡ് വിത്ത് ഡിസബിലിറ്റി എന്നാണ് YLD പറയുന്നത് കേട്ടോ. ഇയേഴ്സ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഡിസബിലിറ്റി കൊണ്ട് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇയേഴ്സ് ലോസ്റ്റ് വിത്ത് ഡിസബിലിറ്റി, നമ്മൾ എത്രത്തോളം നഷ്ടം വന്നു എന്നുള്ളത്, ഡിസബിലിറ്റി കൊണ്ട് എത്ര നാൾ ജീവിച്ചു എന്നുള്ളത്. ദെൻ YLL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയേഴ്സ് ഓഫ് ലോസ്റ്റ് ലൈഫ്. നമുക്കിപ്പം പ്രിമച്ചുറായിട്ട് ഡെത്തായി എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഈ റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ട് പ്രിമച്ചുർ ഡെത്തൊക്കെ വന്നു, അപ്പം എത്ര നാൾ ജീവിക്കേണ്ട ആളായിരുന്നു അദ്ദേഹം എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ട് നമ്മൾ നോക്കുമ്പോൾ എത്ര നാളാണ് ആ ലൈഫിൽ നിന്നും നഷ്ടം വന്നിരിക്കുന്നത് എന്നുള്ളതും പിന്നെ എത്ര നാൾ ഡിസബിലിറ്റി കൊണ്ട് ജീവിച്ചു എന്നുള്ളതും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഡിസബിലിറ്റി അഡ്ജസ്റ്റഡ് ലൈഫ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡാലി. അപ്പോൾ ഡാലി കാൽക്കുലേറ്റ് ചെയ്യുമ്പം ആ ഒരു മനുഷ്യൻ്റെ ലൈഫിൽ എത്ര നാളാണ് ആ ഡിസബിലിറ്റി വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അയാൾ ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ ഡാലി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് കോളറ ഈസ് ഓൾസോ നോൺ ആസ്, കോളറയ്ക്ക് വേറൊരു നെയിമുണ്ട്. നമ്മളിപ്പോൾ നമുക്ക് പ്ലേഗിനൊക്കെ വേറെ നമ്മൾ ബ്ലാക്ക് ഫീവർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോന്നിനും ഓരോ നെയിമുണ്ട് അല്ലേ. ഇപ്പോൾ പെർട്യൂസിസ് തന്നെ, വൂപ്പിംഗ് കഫ് നമ്മൾ പറയത്തില്ലേ, വില്ലൻ ചുമ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഒരു നെയിമുണ്ട് നമ്മുടെ കോളറയ്ക്കും. സോ കോളറയ്ക്ക് പറയുന്ന നെയിം എന്താണെന്നുള്ളതാണ്, ക്യാപ്റ്റൻ ഓഫ് മെൻ ടു ഡെത്ത് എന്നാണോ, ബ്ലാക്ക് ഡെത്ത് എന്നാണോ, ഫാദർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നാണോ, അതോ ഈ എല്ലാ പേരുകളും ഇതിന് പറയുന്നുണ്ടോ? സോ ദിസ് ഈസ് എ കോമൺ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കോളറയുടെ അനദർ നെയിം. അപ്പം നമ്മളെപ്പോഴും ജസ്റ്റ് കേട്ടൊരു ഈ കോളറ എന്ന് പറയുന്ന ഒരു ഡിസീസിന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിന് വലിയൊരു പങ്കുണ്ട്. കാരണം കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്നൊരു കൺസെപ്റ്റും എപ്പിഡമിയോളജി എന്നൊരു കൺസെപ്റ്റും ഒക്കെ കൊണ്ടുവരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് ഈ കോളറയാണ്. കാരണം ഈ കോളറ വന്നേ പിന്നെയാണ് ശരിക്കും നമ്മുടെ എപ്പിഡമിയോളജിയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ, എപ്പിഡമിയോളജി എന്താ, നമ്മൾ കുറേ സ്റ്റഡീസൊക്കെ പഠിക്കുമല്ലോ. എപ്പിഡമിയോളജി ഓൾമോസ്റ്റ് എല്ലാവരും ഡ്രൈ ആണ്, അത് കുറേ പേര് ഇഷ്ടപ്പെടാത്തൊരു ഏരിയയാണ് എപ്പിഡമിയോളജി, ടഫാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, അതിനകത്ത് നമുക്ക് മനസ്സിലാകാവുന്ന കൺസെപ്റ്റ്സേ ഉള്ളൂ. അപ്പോൾ എപ്പിഡമിയോളജിയുടെ തന്നെ ഒരു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആദ്യം വരുന്നത് കോളറ എന്നൊരു ഡിസീസിൽ നിന്നാണ്. സോ ജോൺ സ്നോ എന്ന് പറയുന്ന ഒരാൾ കോളറ വരുമ്പോൾ ആ ഏരിയയിൽ, ലണ്ടനിലാണ് വരുന്നത്, ഡേറ്റ് ഇയർ ഞാൻ മറന്നുപോയി, 1948 അങ്ങനെ എന്തോ ആണ്, ഇയർ ഞാൻ മറന്നുപോയി. അപ്പോൾ ആ വർഷത്തിൽ കോളറ ഔട്ട് ബ്രേക്ക് വരുമ്പോൾ അതെങ്ങനെ ഉണ്ടായി, അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ സോഴ്സ് കണ്ടുപിടിച്ച് ലാസ്റ്റാണ് അറിയുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടർ, അതൊരു പബ്ലിക് വെൽ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പബ്ലിക് ആ ഒരു വെല്ലിൽ നിന്നാണ് അല്ലെങ്കിൽ ആ ഒരു സോഴ്സിൽ നിന്നാണ് ഇത് വന്നതെന്നുള്ളത് ലാസ്റ്റ് കണ്ടുപിടിക്കുന്നു. കാരണം അതെങ്ങനെ ഈ പബ്ലിക്കിൽ നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതിൽ തന്നെ ഒരു ഇതുണ്ട്. അവർ പ്രൈവറ്റായിട്ട് 1-2 കമ്പനികൾ അവർക്ക് മാത്രം യൂസ് ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിലൊന്നും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത ആൾക്കാർക്കൊന്നും അസുഖങ്ങളില്ല. ബാക്കി ഈ പബ്ലിക്കിൽ നിന്നുള്ള എല്ലാവർക്കുമാണ് ഈ കോളറ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എന്തെന്ന് മനസ്സിലാക്കിയത്, കണ്ടാമിനേറ്റഡ് വാട്ടറിൽ നിന്നാണ് നമുക്ക് കോളറ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നു. സോ ദാറ്റ് ഈസ് എ ബേസിക് അല്ലെങ്കിൽ ഹിസ്റ്ററി റിഗാർഡിംഗ് ദിസ് കോളറ. അങ്ങനെയാണ് നമ്മുടെ എപ്പിഡമിയോളജിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൻ്റെ ഒരു ആസ്പെക്റ്റ് ഒക്കെ എറൈസ് ചെയ്ത് വരുന്നത്. സോ നമ്മുടെ കോളറയ്ക്ക് ഒരു പേരും കൂടിയുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. ദാറ്റ് ഈസ് ആൻസർ ഈസ് എ ഫാദർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നാണ് കോളറയ്ക്ക് പറയുന്നത്. ഫാദർ ഓഫ് പബ്ലിക് ഹെൽത്ത് എന്നൊരു പേരും കൂടി കോളറയ്ക്ക് ഉണ്ട്. അതുപോലെ ഈ ക്യാപ്റ്റൻ ഓഫ് മെൻ ടു ഡെത്ത് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണെന്ന് വെച്ചാൽ ന്യൂമോണിയാണ്. ന്യൂമോണിയ. ക്യാപ്റ്റൻ ഓഫ് മെൻ ടു ഡെത്ത് എന്ന് പറയുന്നത് ന്യൂമോണിയ ആണ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് ബിബോണിക് പ്ലേഗിനെയാണ് നമ്മൾ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. ബിബോണിക് പ്ലേഗ് അറിയാമല്ലോ, പണ്ട് അതിൻ്റെയൊക്കെ ഹിസ്റ്ററി ഞാൻ പോകുന്നില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ പ്ലേഗ് എന്ന് പ്ലേഗിനെ, ബിബോണിക് പ്ലേഗിനെയാണ് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. ക്യാപ്റ്റൻ ഓഫ് മെൻ ടു ഡെത്ത് എന്ന് പറയുന്നത് ന്യൂമോണിയ ആണ്. സോ ഫാദർ ഓഫ് പബ്ലിക് ഹെൽത്ത് ഈസ് കോളറ. ഓക്കെ. Next is the policy of providing. Next question is the policy of providing complete medical care to all the members of a society born from governmental funds. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ട്, നമുക്ക് ഗവൺമെൻറ്റൽ ഫണ്ട്സിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് നമ്മുടെ സൊസൈറ്റിയുടെ എല്ലാ ആൾക്കാർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് എന്ത് ടൈപ്പ് ഓഫ് മെഡിസിൻ ആണ്? ദിസ് ഇസ് സോഷ്യലൈസ്ഡ് മെഡിസിൻ ഓർ കമ്മ്യൂണിറ്റി മെഡിസിൻ ഓർ സോഷ്യൽ മെഡിസിൻ ഓർ പബ്ലിക് മെഡിസിൻ? So the question is the policy of providing complete medical care to the members of a society born. ആ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഗവൺമെൻറ് ഫണ്ടിൽ നിന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സോഷ്യലൈസ്ഡ് മെഡിസിൻ ആണ്. സോഷ്യലൈസ്ഡ് മെഡിസിനിലാണ് അങ്ങനെ കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
Which of the following form a part of the secondary level of health care? ഇതിനകത്ത് സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ നമുക്ക് പഠിച്ചിട്ടുണ്ട്. പ്രൈമറി ലെവൽ, സെക്കൻഡറി ലെവൽ ആൻഡ് ടേർഷറി ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ഉണ്ട്. അതിൽ സെക്കൻഡറി ലെവൽ ഓഫ് ഹെൽത്ത് കെയറിൽ വരുന്നത് ഇതിനുള്ളിൽ ഏതാണ്? മെഡിക്കൽ കോളേജസ് ആണോ, സബ് സെൻറ്റേഴ്സ് ആണോ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആണോ, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആണോ? സോ മെഡിക്കൽ കോളേജസ് ഓൾമോസ്റ്റ് നമ്മൾ പറയുന്നത് ടേർഷറി ആണ്. ടേർഷറി ലെവൽ ഓഫ് കെയറിനെയാണ് നമ്മൾ മെഡിക്കൽ കോളേജ് പറയുന്നത് ടേർഷറി ആണ്. സോ ഹിയർ സബ് സെൻറ്റർ എപ്പോഴും പ്രൈമറി ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ്, അല്ലെങ്കിൽ പ്രൈമറി ലെവൽ ഓഫ് കെയർ ആണ്. സോ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സെക്കൻഡറി. ദെൻ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ആയാലും പ്രൈമറി ആണ്. So these are the primary health centers ഉണ്ട്, സബ് സെൻറ്റേഴ്സ് ഉണ്ട്. സെക്കൻഡറി ലെവൽ ഓഫ് കെയർ വരുന്നത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ദെൻ ടേർഷറി ലെവൽ ഓഫ് കെയർ മെഡിക്കൽ കോളേജസ് ആണ്. So correct answer is district hospitals. Next is all are modifiable risk factors except. We all know the modifiable risk factors അറിയാം, നമുക്ക് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും അറിയാം. അപ്പോൾ ഈ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സിൽ ഒരെണ്ണം, ഈ തന്നിരിക്കുന്നതിൽ ഒരെണ്ണം നോൺ മോഡിഫയബിൾ ആണ്. അത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഫാമിലി ഹിസ്റ്ററി, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, ഒബീസിറ്റി, ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ് അല്ലേ. നമുക്ക് ഫാമിലി ഹിസ്റ്ററി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്താൻ പറ്റുമോ? ചേഞ്ച് വരുത്താൻ പറ്റില്ല, സോറി. ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റില്ല. ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലോ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കൂട്ടാം. സോ ദാറ്റ് ഈസ് എ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ. ദെൻ ഒബേസിറ്റി എന്നുള്ളത് നമുക്ക് കുറയ്ക്കാം. സോ ദാറ്റ് ഈസ് ഓൾസോ എ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ. നെക്സ്റ്റ് ഈസ് വാട്ട്? ടൊബാക്കോ ആൻഡ് ആൽക്കഹോൾ യൂസ്. ഇത് നമുക്ക് ക്വിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദീസ് ത്രീ ആർ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് വൺ ഈസ് family history is non-modifiable risk factor. So answer is the family history. Next is the theory of disease transmission, which believed that disease is caused due to the bad clouds that are more dense at lower altitudes was known as. അപ്പോൾ ഇത് നമ്മുടെ പഴയ ഒരു തിയറിയാണ്. അതായത് ഡിസീസ് ട്രാൻസ്മിഷൻ ഉണ്ടാകുന്നത് ബാഡ് ക്ലൗഡ്സിൽ നിന്നാണ് എന്ന് പറയുന്ന തിയറി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിനകത്ത് അതുപോലെ ക്ലൗഡ്സിൻ്റെ മാറ്റം കൊണ്ടും ലോവർ ഓൾട്ടിറ്റ്യൂഡ് അല്ലെ ഡെൻസിറ്റി ലോവർ ഓൾട്ടിറ്റ്യൂഡ് അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഡിസീസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ തിയറി ഏതാണെന്നാണ്. ഫസ്റ്റ് വൺ ഈസ് എ മിയാസ്മ തിയറി, ദെൻ സൂപ്പർനാച്ചുറൽ കോസസ് തിയറി, ദെൻ ജേം തിയറി ആൻഡ് കണ്ടീജൻ തിയറി. ദീസ് ആർ ദ ഫോർ തിയറീസ് ആൻഡ് കറക്റ്റ് ആൻസർ ഈസ് എ മിയാസ്മ തിയറിയാണ്. എന്ത് പറഞ്ഞത്? ഈ ബാഡ് ക്ലൗഡ്സ് കൊണ്ടാണ് അസുഖങ്ങൾ വരുന്നു എന്ന് പറഞ്ഞത് മിയാസ്മ തിയറിയാണ്. Next is epidemiology is concerned with which of the following aspect of human health problem. നമ്മുടെ എപ്പിഡെമിയോളജിയുടെ കൺസെപ്റ്റിനകത്ത് ഹ്യൂമൻ ഹെൽത്ത് പ്രോബ്ലത്തിൻ്റെ ഏത് ആസ്പെക്റ്റ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഈസ് ഫ്രീക്വൻസി, ഡിസ്ട്രിബ്യൂഷൻ, ഡിറ്റർമിനൻസ് ആൻഡ് ഓൾ ദ എബോ. ആൻഡ് ദ ആൻസർ ഈസ് ഓൾ ദ എബോ ആണ്. കാരണം നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഡിസീസ്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതുപോലെ ഡിറ്റർമിനൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഡിസീസ് ഉണ്ടാക്കുന്ന ഡിറ്റർമിനൻസ് ഏതൊക്കെയാണ്? ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏരിയ ആണ് പറയുന്നത്. ജോഗ്രഫിക്കൽ ഏരിയ അനുസരിച്ച് ഓരോ സ്ഥലത്ത് മാറ്റം വരാം അല്ലേ. നമ്മൾ സീസണൽ ചേഞ്ചസ് വരാറുണ്ട്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്ര തവണ എന്ന് വെച്ചാൽ നമുക്ക് ഓരോ സീസൺ വരുമ്പോൾ നമുക്കൊരു ഡിസീസ്, പർട്ടിക്കുലർ ഡിസീസസ് വരാറില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് നിൽക്കുന്ന കോവിഡാണ്. അതുപോലെ ഓരോ ട്രെൻഡ് അനുസരിച്ചും സൈക്ലിക് അനുസരിച്ച് സീസൺ അനുസരിച്ചൊക്കെ മാറുന്നതും എല്ലാ ഫാക്ടേഴ്സും ഇതിനകത്ത് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി, ഡിസ്ട്രിബ്യൂഷൻ, ഡിറ്റർമിനൻസ്. അതെല്ലാമാണ് എപ്പിഡെമിയോളജിക്കകത്ത് വരുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഓൾ ദ എബോ ആണ് ആൻസർ. So next is which is defined as a time interval between the point of diagnosis by screening for the early detection of disease compared with the usual time of diagnosis. So നമുക്കൊരു ടൈം ഇൻ്റർവൽ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എന്തിനെയാണ് നമ്മൾ പറയുന്നത്? ഒരു ടൈം ഇൻ്റർവൽ ആണത്. ആ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ നമ്മൾ ഒരു സ്ക്രീനിങ് ചെയ്ത് ഡിസീസ് കണ്ടുപിടിക്കുന്നതിനെയും അതുപോലെ നമ്മൾ റിയലി നമുക്ക് ഡയഗ്നോസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ നമ്മൾ ചിലപ്പോൾ അറിയുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ ഭയങ്കര സ്റ്റേജ് കൂടി അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. ആ ഒരു സമയവും അല്ലെങ്കിൽ നമ്മൾ ഏർലി തന്നെ എങ്ങനെ അറിയാം? നമുക്ക് സ്ക്രീനിങ് ഒക്കെ ചെയ്യും, പാപ്സ്മിയറോ അല്ലെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻസോ മാമോഗ്രഫി ഒക്കെ ചെയ്ത് നേരത്തെ അറിയും. അപ്പോൾ അങ്ങനെ അറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടൈമിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ അറിയുന്നതും യൂഷ്വലി ഡയഗ്നോസ് ചെയ്ത് സിംറ്റംസ് ഒക്കെ വന്നിട്ട് അറിയുന്നതിൻ്റെയും അത്രയും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആ സമയം കിട്ടും. നമുക്ക് അത്രയും നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ടൈം കിട്ടും. അപ്പോൾ അങ്ങനെ പറയുന്ന ആ ഒരു ടൈമിന് നമ്മൾ പറയുന്നത് എന്താണെന്നാണ്? ലെങ്ത് ടൈം എന്നാണോ, സെൽഫ് സെലക്ഷൻ ടൈം എന്നാണോ, സർവൈവൽ ടൈം ആണോ, ലീഡ് ടൈം ആണോ? So which is defined as a time interval between the point of diagnosis by screening. നമ്മൾ സ്ക്രീനിങ് ചെയ്ത് ഡയഗ്നോസ് ചെയ്യുന്നതിൻ്റെ ആ സമയം for the early detection of disease compared with the usual time of diagnosis. നമ്മൾ ആ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തെന്ന് പറയും? ദാറ്റ് ഈസ് എ ലീഡ് ടൈം. ദ കറക്റ്റ് ആൻസർ ഈസ് എ ലീഡ് ടൈം ആണ്. നമ്മൾ നേരത്തെ സ്ക്രീനിങ് ചെയ്ത് ആ ഒരു ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ്
Screening done to monitor the trends of a disease in various places and at various times is known as നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ വേരിയസ് ആ ഒരു സമയത്ത് അതായത് സ്ക്രീനിങ് നമ്മൾ ചെയ്ത് നമ്മുടെ ഓരോ സ്ഥലത്ത് എത്രത്തോളം സമയം വന്നു എത്ര ടൈമാണ് ഡിസീസ് വന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ അറിയുന്നതിന്. അപ്പോൾ ഡെങ്കുവിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഇപ്പോൾ കോവിഡ് വന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സർവൈലൻസ് എന്നൊക്കെയുള്ള പേര് കേട്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ CCTV സർവൈലൻസ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ ഡിസീസ് റിലേറ്റഡ് സർവൈലൻസിൻ്റെ കാര്യം വരുന്നതൊക്കെ കോവിഡൊക്കെ വന്നപ്പോഴാണ് കൂടുതലായിട്ട് ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ക്രീനിങ് ചെയ്ത് ഓരോ സ്ഥലത്ത് എത്രത്തോളം ആൾക്കാർക്ക് വന്നു എത്ര തവണ വന്നു എന്നൊക്കെ നോക്കുന്നതിന് എന്ത് ടൈപ്പ് ഓഫ് സ്ക്രീനിങ് എന്നാണ് പറയുന്നത്. ഇത് സർവൈലൻസ് സ്ക്രീനിങ് ആണോ, പ്രിസ്ക്രിപ്റ്റീവ് ആണോ, പ്രോസ്പെക്റ്റീവ് ആണോ, ജനറൽ ഹെൽത്ത് സ്ക്രീനിങ് ആണോ? സോ ദ ആൻസർ ഈസ് സർവൈലൻസ് സ്ക്രീനിങ്. സർവൈലൻസ് സ്ക്രീനിങ്ങിനാണ് ഇൻ വേരിയസ് പ്ലേസസ് അറ്റ് വേരിയസ് ടൈം എന്നുള്ള നോക്കുന്നതിനെയാണ് മോണിറ്റർ ചെയ്യുന്നതിനെയാണ് സർവൈലൻസ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാലേ നിങ്ങളത് ഓർക്കത്തുള്ളൂ. പ്രിസ്ക്രിപ്റ്റീവ് സ്ക്രീനിങ് പാപ്സ്മിയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രത്യേകമായിട്ട് ഒവേറിയൻ സെർവൈക്കൽ ക്യാൻസർ നോക്കാനായിട്ട് പാപ്സ്മിയർ ചെയ്യുക അല്ലെങ്കിൽ മാമോഗ്രഫി ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് എന്ന് പറയാം. പ്രോസ്പെക്റ്റീവ് സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ ബ്ലഡ് ഡൊണേഷന് മുന്നേ ആയിട്ട് നമ്മൾ ബ്ലഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്യത്തില്ലേ, ബിഫോർ ബ്ലഡ് ഡൊണേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബിഫോർ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന് മുന്നേ നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നത്, കളർ ബ്ലൈൻഡ്നെസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള സ്ക്രീനിങ്ങിനെയാണ് പ്രോസ്പെക്റ്റീവ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ജനറൽ ഹെൽത്ത് സ്ക്രീനിങ് ആകുമ്പോഴത്തേക്കും നമ്മൾ സ്കൂൾ ഹെൽത്ത് സ്ക്രീനിങ്, സ്കൂൾ ഹെൽത്ത് സർവീസസ് ഒക്കെ അതിനകത്ത് പറയാം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ക്രീനിങ് എന്ന് പറയുന്നത്. സർവൈലൻസ് സ്ക്രീനിങ് എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞ് പ്രിസ്ക്രിപ്റ്റീവ് പറഞ്ഞു, പ്രോസ്പെക്റ്റീവ് പറഞ്ഞു, ജനറൽ ഹെൽത്ത് സ്ക്രീനിങ് ഉണ്ട്. അപ്പോൾ ഇത്രയും ടൈപ്സ് ഓഫ് സ്ക്രീനിങ് ആണ് ഉള്ളത്. Next is which type of screening is done among members of the community at the same time for a number of diseases rather than screening for only one disease. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും നമ്മൾ സ്ക്രീൻ ചെയ്യുവാണ്, ഒരു സ്ക്രീനിങ് ചെയ്യുക കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും. നമ്മൾ ഒരാളെ അല്ലെങ്കിൽ ഓരോ ഡിസീസിനോ പർട്ടിക്കുലർ ഡിസീസിനോ അല്ല നോക്കുന്നത്, നമ്മൾ കംപ്ലീറ്റ്ലി നോക്കുവാണ്. മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി അറ്റ് ദ സെയിം ടൈം ഫോർ a number of diseases ആണ്. ഒരു ഡിസീസിനല്ല ഒരാളെയോ അല്ല നോക്കുന്നത്, കംപ്ലീറ്റ് നമ്മൾ പല ഡിസീസിനായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഫുള്ള് നോക്കുന്നു എന്നുള്ളതിന് എന്ത് പറയും? മാസ് സ്ക്രീനിങ് ആണോ, ഹൈ റിസ്ക് സ്ക്രീനിങ് ആണോ, റിസ്ക് ഫാക്ടർ സ്ക്രീനിങ് ആണോ, മൾട്ടി ഫേസിസ് സ്ക്രീനിങ് ആണോ? കറക്റ്റ് ആൻസർ ഈസ് ദ മൾട്ടി ഫേസിക് സ്ക്രീനിങ് ആണ്. ഇപ്പോൾ മാസ് സ്ക്രീനിങ് എന്ന് നമുക്ക് തോന്നാം അതിൻ്റെ ആൻസേഴ്സ്, പക്ഷേ മാസ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു മിലിറ്ററി ക്യാമ്പിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാമൊക്കെയാണ്, നമ്മൾ അവിടെയുള്ള എല്ലാവരും സ്ക്രീൻ ചെയ്യണം. പക്ഷേ പർട്ടിക്കുലർ ഡിസീസ് നമ്മൾ നോക്കുന്നില്ല. ഇതിനകത്ത് ഹൈ റിസ്ക് സ്ക്രീനിങ് പറയുവാണെങ്കിൽ നമ്മൾ ഹൈ റിസ്ക് മാത്രം, അതായത് നമുക്കിപ്പം ഹൈപ്പർ ടെൻഷൻ വരാൻ സാധ്യതയുള്ളവരെ, ഒബീസ് ആയിട്ടുള്ളവരെ, അങ്ങനെയൊക്കെ നോക്കുന്നതിന് ഹൈ റിസ്ക് എന്ന് പറയാം. റിസ്ക് ഫാക്ടേഴ്സ് ഈ സെയിം തന്നെ റിസ്ക് ഫാക്ടർ ഉള്ളവർക്ക്, എന്തെങ്കിലും പ്രോബ്ലംസ് ഉള്ളവർക്ക് നമ്മൾ നോക്കുന്നതിനെ റിസ്ക് ഫാക്ടർ സ്ക്രീനിങ് എന്ന് പറയാം. മൾട്ടി ഫേസിക് ആണ് ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരെയും ഒരേ സമയം നോക്കും, പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിങ് ചെയ്യും. അതിനെയാണ് നമ്മൾ മൾട്ടി ഫേസിക് സ്ക്രീനിങ് എന്ന് പറയുന്നത്. Next is screening for diseases directed towards which of the following level of prevention. നമ്മൾ ഈ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറഞ്ഞു, പ്രൈമറി, സെക്കൻഡറി, തേർഷ്യറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് ലെവൽസ് ഓഫ് പ്രിവെൻഷനിലാണ് നമ്മൾ സ്ക്രീനിങ് പറയുന്നത്? സോ സ്ക്രീനിങ് ഓഫ് എ ഡിസീസ് ഈസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽ ഓഫ് പ്രിവെൻഷൻ? So first one is the specific protection, early detection and treatment, then disability limitation and rehabilitation. അപ്പോൾ ഇതിനകത്ത് ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റിനാണ് നമ്മൾ സ്ക്രീനിങ് എടുക്കുന്നത്. നമ്മൾ സെക്കൻഡറി മീൻസ് വിച്ച് ലെവൽ ഓഫ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ടുവേർഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽ ഓഫ് പ്രിവെൻഷനിലാണ്, അതായത് ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റിനകത്താണ് നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നത്. മനസ്സിലായോ? ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. The next is incubation period of some common respiratory communicable diseases ആണ്. അത് ജസ്റ്റ് ഇൻക്യുബേഷൻ പീരീഡ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത്. മീസിൽസിന് 10 days ആണ്, 8 to 13 ഡേയ്സിനുള്ളിൽ 10 days ആണ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. റുബല്ല is 18, then diphtheria 2 to 3, pertussis is 7 to 10, TB 6 weeks ആണ് ഇൻക്യുബേഷൻ പീരീഡ്. ചിക്കൻ പോക്സ് is 14, mumps is 18, then H1N1 is 3, then COVID-19 it is 7, then Haemophilus influenza is 7, pneumococcal pneumonia is 2, meningococcal meningitis is 3 to 4 days. So these are the some of the common respiratory communicable diseases in the കുറച്ച് incubation periods ആണ്. ഇത് ചാൻസ് കൂടുതലാണ് ക്വസ്റ്റ്യൻസ് വരാൻ. ഇതിൽ നിന്നും ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് incubation period ചോദിക്കാറുണ്ട്. Then in measles maculopapular rash,
In measles, maculopapular rash generally appears in which day of onset of illness? നമുക്ക് ഏത് ഡേ ഓൺസെറ്റ് ഓഫ് ഇൽനെസ് തുടങ്ങിയിട്ട് ഏത് ഡേയിലാണ് ഈ റാഷസ് വരുന്നത്? ഈ മാക്യുലോപാപ്പുലർ റാഷ് എന്ന് പറയുന്നത് മീസിൽസിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. എന്ന് വെച്ചാൽ മീസിൽസ് ആണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഈ മാക്യുലോപാപ്പുലർ റാഷ് കണ്ടിട്ടാണ്. സോ ദാറ്റ് ഈസ് അത് ഏത് സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ തുടങ്ങുമോ, 3rd and 4th ഡേ, 3rd to 4th ഡേയിലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓർ 5th to 6th ഡേ ആണോ? ദെൻ റാഷ് ഡസ് നോട്ട് ഒക്കർ ഇൻ മീസിൽസ്. ഇല്ല, മീസിൽസിന് റാഷ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് ഡേ തുടങ്ങും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് 3rd and 4th ഡേ. 3rd to 4th ഡേയുടെ ഉള്ളിലാണ് നമുക്ക് മീസിൽസിൻ്റെ റാഷസ് വരുന്നത്. What is the common between the causative agents of MERS and SARS? എന്താ ഈ MERS and SARS എന്ന് അറിയാവോ? MERS എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം എന്നായിരുന്നു. ദെൻ സാഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരുന്നു? നമ്മൾ ഈ സാഴ്സിനെയും മെഴ്സിനെയും നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞു വന്നത് കോവിഡ് വന്ന സമയത്താണ് അല്ലേ. അപ്പോൾ ഈ MERS-ആണ് ആദ്യം വന്നത്. അത് നമുക്ക് മിഡിൽ ഈസ്റ്റിലാണ് വന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ സാഴ്സ് റെസ്പിറേറ്ററി സിൻഡ്രോം തുടങ്ങുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് ഇതിൽ കോമൺ ആയിട്ട് രണ്ടിലും വരുന്ന എന്താ? ബോത്ത് ആർ മെമ്പേഴ്സ് ഓഫ് ഓർത്തോമിക്സോവിറിഡേ, ബോത്ത് ആർ അസോസിയേറ്റഡ് വിത്ത് ക്യാമൽസ്, ബോത്ത് ബിലോങ്സ് ടു ദ ഫാമിലി കൊറോണോവിറിഡേ ഓർ ഓൾ ദ എബോവ്. അപ്പോൾ ആൻസർ ഈസ് ബോത്ത് ബിലോങ് ടു ദ ഫാമിലി കൊറോണോവിറിഡേ. കൊറോണോ വൈറസ് മീൻസ് കോവിഡ്, കൊറോണ വൈറസിൻ്റെ തന്നെ ഫാമിലിയിൽ വരുന്നതാണ് ഈ MERS-ഉം SARS-ഉം. So next is, in which of the following diseases the mode of the entry of infectious agent can be both respiratory or non-respiratory route? അപ്പോൾ നമുക്ക് ഇതിനകത്ത് റെസ്പിറേറ്ററി റൂട്ടിലും നോൺ റെസ്പിറേറ്ററി റൂട്ടിലും കിട്ടാവുന്ന അസുഖം ഏതാണെന്നാണ് ചോദ്യം. In which of the following disease the mode of entry of infectious agent ഏത് റെസ്പിറേറ്ററി റൂട്ടിൽ അല്ലെങ്കിൽ ബോത്ത് റെസ്പിറേറ്ററിയിലും നോൺ റെസ്പിറേറ്ററി ആയിട്ടും കിട്ടാവുന്ന അസുഖം ഏതാണ് ഇതിനകത്ത്? സീസ് ഡിഫ്തീരിയ ആണ് ഉത്തരം. മീസിൽസ്, പെർട്യൂസിസ് ആൻഡ് ചിക്കൻ ബോക്സ് ഇതെല്ലാം ഏറെയാണ്, മീൻസ് റെസ്പിറേറ്ററി റൂട്ടാണ്. നമുക്ക് ഡിഫ്തീരിയ ആണെങ്കിൽ റെസ്പിറേറ്ററി ആൻഡ് നോൺ റെസ്പിറേറ്ററി രണ്ടും വരാം. എങ്ങനെ വേണം നമുക്ക് ഡിഫ്തീരിയ കിട്ടാം. നെക്സ്റ്റ് ഈസ് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ട്രീറ്റിംഗ് ദ കാരിയർ ഓഫ് ഡിഫ്തീരിയ. നമുക്ക് ഡിഫ്തീരിയയുടെ ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? കാരിയർ മീൻസ് ഡിഫ്തീരിയയുടെ കാരിയറിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഇഞ്ചെക്റ്റബിൾ പെൻസിലിൻ ആണോ, ഓറൽ എർത്രോമൈസിൻ ആണോ, ഓറൽ ക്ലോറാംഫെനിക്കോൾ ആണോ, ഓറൽ സ്കോട്രിമാക്സിസോൾ ആണോ? ദാറ്റ് ഈസ് ആൻസർ ഈസ് ഓറൽ എർത്രോമൈസിൻ. ഓറൽ എർത്രോമൈസിൻ ആണ് ആൻസർ. Which of the following neurological disease is transmitted by droplet infection? One neurological infection ഉണ്ട് ഇതിനകത്ത്. അത് ഏതാണ്? മീൻസ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴി, ഡ്രോപ്ലെറ്റ് വഴി സ്നീസ് ചെയ്യുമ്പോഴോ കഫ് ചെയ്യുമ്പോഴോ ഒക്കെ ഡ്രോപ്ലെറ്റ് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫെക്ഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. meningococcal meningitis, Japanese encephalitis, tubercular meningitis and amoebic meningitis. So these are means these all are maybe neurological disorders തന്നെയാണ്, neurological infections ആണ്. meningococcal, Japanese encephalitis, tubercular meningitis and amoebic meningitis, and answer is the meningococcal meningitis. droplet infection വഴിയാണ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. meningococcal meningitis ഉള്ള ഒരാളിൻ്റെ കഫിൽ നിന്നോ സ്നീസിൽ നിന്നോ ഒക്കെ നമുക്ക് മീൻസ് ഡ്രോപ്ലെറ്റിൽ നിന്ന് ബോഡി ഫ്ലൂയിഡിൽ നിന്ന് നമുക്ക് ഈ ഡിസീസ് കിട്ടും. Next is TB bacilli are called as acid fast because for the washing with acid or alcohol they retain the TB bacilli അല്ലെങ്കിൽ നമുക്ക് ട്യൂബർക്കിൾ ബാസിലി ഇല്ലേ, ട്യൂബർക്കുലിൻ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ എന്ന് പറയുന്ന ബാസിലി എന്തുകൊണ്ടാണ് ആസിഡ് ഫാസ്റ്റ് ബാസിലി എന്ന് പറയാൻ കാരണം? അത് നമ്മൾ ആസിഡ് ആൽക്കഹോൾ വെച്ച് വാഷ് ചെയ്യുമ്പോൾ അതിനകത്തൊരു കളർ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അതിനെ നമ്മൾ ആസിഡ് ഫാസ്റ്റ് ബാസിലി എന്ന് പറയാൻ കാരണം. സോ വിച്ച് ഈസ് ദാറ്റ്? പിങ്ക് കളർ ഓഫ് ദ കാർബോൾഫെഷിൻ ആണോ, ഗ്രീൻ കളർ ഓഫ് ദ മെലാഷേറ്റ് ഗ്രീൻ ആണോ, വയലറ്റ് കളർ ഓഫ് ജെൻഷൻ വയലറ്റ് ആണോ, ഡു നോട്ട് റീറ്റെയിൻ എനി കളർ? ഇതിൽ കറക്റ്റ് ഉത്തരം പറയുന്നത് പിങ്ക് കളർ ഓഫ് ദ കാർബോൾ ഫ്യൂഷൻ. അപ്പോൾ കാർബോൾ ഫിഷിൻ്റെ പിങ്ക് കളർ അതിൽ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാസിലി ആയിട്ട് നമ്മൾ ട്യൂബർക്കുലിൻ ബാസിലി അല്ലെങ്കിൽ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ പറയുന്നത്. TB ബാസിലൈസിന് ആസിഡ് ഫാസ്റ്റ് ബാസിലി എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, next is in reading the result of the tuberculin injection which is called as it is called positive when the following exceeds 10 mm in diameter. അപ്പോൾ നമ്മൾ നമ്മുടെ ട്യൂബർക്കിൾ മാൻഡോക്സ് ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലേ, മാൻഡോക്സ് ടെസ്റ്റ് ആണ് നമ്മൾ TB ടെസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ TB ടെസ്റ്റ് ചെയ്യുമ്പോൾ മാൻഡോക്സ് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 10 mm എന്ത് 10 mm ആവുമ്പോഴാണ് നമ്മളത് TB ഉണ്ട് എന്ന് കൺഫേം ചെയ്തതാണ് ക്വസ്റ്റ്യൻ. സോ ഓൺലി ഇൻഡ്യൂറേഷൻ മാത്രമാണോ നമ്മൾ പറയുന്നത്, അതോ റെഡ്നെസ് ആണോ പറയുന്നത്, അതോ രണ്ട് ഇൻഡ്യൂറേഷനും റെഡ്നെസ്സും ഒരുപോലെ 10 mm വരണം എന്നാണോ? ദ ഡയമീറ്റർ ഓഫ് ദ അൾസർ ഫോംഡ് ആഫ്റ്റർ ദ ഇഞ്ചക്ഷൻ, നമ്മൾ ആ ഇഞ്ചക്ഷൻ കൊടുത്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന അൾസർ ആണോ പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഏതാ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇൻഡ്യൂറേഷൻ മാത്രമേ നോക്കുള്ളൂ. ഇൻഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹമ്പ് പോലെ നിൽക്കും, നമ്മൾ ആ കൊടുക്കുന്നതിൻ്റെ ഇൻഡ്യൂറേഷൻ്റെ വലിപ്പം അതാണ് പറയുന്നത്. ആ ഇൻഡ്യൂറേഷൻ്റെ 10 mm ആണോ ഉള്ളത് എങ്കിലും നമ്മൾ എന്തെന്ന് പറയും, അത് TB പേഷ്യൻ്റ് ആണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യാനാണ് നമ്മൾ ഈ മാൻഡോക്സ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ ഇൻഡ്യൂറേഷൻ്റെ 10 mm ആണ് നമ്മൾ നോക്കുന്നത്.
Next is among the first line drugs for tuberculosis, which of the following is bacteriostatic and non-bactericidal? So നമുക്ക് ടി ബി ഡ്രഗ്സിനകത്ത് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ടല്ലേ, കുറച്ച് ക്രൈറ്റീരിയ മീൻസ് ഒരു ലൈൻ ഓഫ് ഡ്രഗ്, ഫസ്റ്റ് ലൈൻ ഡ്രഗ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രഗ്സിനകത്ത് നമുക്കറിയാം റിഫാംപിസിൻ, INH, പിരാസിനമൈഡ്, എത്താംബ്യൂട്ടോൾ, ഇങ്ങനത്തെ കുറച്ച് മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്, ഏതൊക്കെയാണ് ബാക്ടീരിയോസിഡൽ? അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാക്ടീരിയോസ്റ്റാറ്റിക് ഏതെന്നാണ് ഇതിനകത്ത്. So rifampicin, INH, pyrazinamide and ethambutol, and the correct answer is ethambutol. ബാക്കി എല്ലാം എന്താണ്, ബാക്ടീരിയോസിഡൽ ആണ്. ഇത് മാത്രമാണ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ബാക്ടീരിയോസ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്നു, സിഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. ബാക്ടീരിയസിനെ കില്ല് ചെയ്യുന്ന ആൾക്കാരാണ് റിഫാംപിസിൻ, INH and pyrazinamide. എത്താംബ്യൂട്ടോൾ ആണെങ്കിൽ ബാക്ടീരിയോസ്റ്റാറ്റിക്. ഓക്കെ. Then pleomorphic rash is a characteristic feature of. ഇതിനകത്ത് നമ്മൾ നേരത്തെ മാക്കുലോപാപ്പുലർ റാഷ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പ്ലിയോമോർഫിക് റാഷ് ഏതിനാണ് വരുന്നത്? മീസിൽസ്, ജർമ്മൻ മീസിൽസ്, ചിക്കൻ പോക്സ് ആൻഡ് സ്മോൾ പോക്സ്. ഇതെല്ലാം റാഷ് വരുന്ന ടൈപ്പ് അസുഖങ്ങളാണ് അല്ലേ, നമുക്കറിയാം. മീസിൽസ്, ജർമ്മൻ മീസിൽസ്, ചിക്കൻ പോക്സ് ആൻഡ് സ്മോൾ പോക്സ് ആണ്. സോ പ്ലിയോമോർഫിക് റാഷ് വരുന്നത് ഏതിലാണ്? So the answer is C, that is chicken pox. Chicken pox ആണ് പ്ലിയോമോർഫിക് റാഷസ് വരുന്നത്. സോ മീസിൽസിനാണെങ്കിൽ കൊപ്ലിക് സ്പോട്ട് ആണ്, കൊപ്ലിക് സ്പോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് റുബല്ല, പിങ്ക് ഓർ ലൈറ്റ് റെഡ് സ്പോട്ട്സ് ആയിരിക്കും റുബല്ല ആണെങ്കിൽ. ദെൻ സ്മോൾ പോക്സിലാണെങ്കിൽ റെഡ് ബംസ് ലൈക്ക് റാഷസ് filled with a fluid, means milk like fluid ഒക്കെ വരുന്നതാണ് സ്മോൾ പോക്സ്. റെഡ് ബംസ് ലൈക്ക് റാഷസ് filled with a milk like fluid. So that is measles കൊപ്ലിക് സ്പോട്ട് ആണ്, റുബല്ല പിങ്ക് ഓർ ലൈറ്റ് റെഡ് സ്പോട്ട് ആണ്, സ്മോൾ പോക്സ് ആണെങ്കിൽ റെഡ് ബം ലൈക്ക് റാഷസിനകത്ത് മിൽക്കി കളർഡ് ഫ്ലൂയിഡ് ഉണ്ടാവും. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ റാഷസ്. 100-day cough is a name given to. 100-day cough എന്ന് പറയുന്നത് ഏത് അസുഖത്തിനാണ് 100-day cough എന്ന് പറയുന്നത്? ഡിഫ്തീരിയയ്ക്കാണോ, മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ആണോ, അക്യൂട്ട് സ്ട്രെപ്റ്റോകോക്കൽ സോർ ത്രോട്ടിനാണോ, പെർട്യൂസിസിനാണോ? So which is the correct answer? Correct answer is pertussis. നമ്മൾ whooping cough അല്ലെങ്കിൽ വില്ലൻ ചുമ എന്ന് പറയുന്ന whooping cough കൂടാതെ ഒരു പേര് കൂടിയുണ്ട്, that is 100-day cough എന്നാണ്. പെർട്യൂസിസിന് വേറൊരു പേരുള്ളത്. സോ whooping cough ഉണ്ട്, 100-day cough എന്നൊരു പേരും കൂടി ആർക്കുണ്ട്, പെർട്യൂസിസിനുണ്ട്. നെക്സ്റ്റ് ഇസ് വിബ്രിയോ കോളറ വിൽ നോട്ട് ബി ഇനാക്ടിവേറ്റഡ് ഇൻ. വിബ്രിയോ കോളറ എന്തായിരുന്നു? നമ്മുടെ കോളറ പരത്തുന്ന ഒരു ഇതിനെയാണ്, വൈറസിനെ നമ്മൾ വിബ്രിയോ കോളറ എന്ന് പറയുന്നത്, ബാക്ടീരിയനെയാണ് വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. സോ വിബ്രിയോ കോളറ വിൽ നോട്ട് ബി ഇനാക്ടിവേറ്റഡ്. ഇപ്പം നമ്മൾ ഡ്രൈയിങ് ഇൻ ബ്രൈറ്റ് സൺഷൈനിൽ ഡ്രൈ ചെയ്താൽ മതിയോ വിബ്രിയോ കോളറ ഇനാക്ടിവേറ്റ് ചെയ്യാൻ? അതോ ഫ്രീസിങ് അറ്റ് 0°C അവിടെയും ഇനാക്ടിവേറ്റ് ആണോ? Then heating at 60°C or chlorination of water supply, which is the correct answer. So it cannot be inactivated by using the freezing at 0°C. കാരണം will not be inactivated എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ചിലപ്പോൾ will not be അല്ലെങ്കിൽ except അല്ലെങ്കിൽ include എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് we should read thoroughly. will not be inactivated ആണ്. സോ ഫ്രീസിങ് ചെയ്തതുകൊണ്ട് വിബ്രിയോ കോളറ ഇനാക്ടിവേറ്റ് ആവുന്നില്ല. സോ വി ക്യാൻ യൂസ് അനദർ മെത്തേഡ് ഇസ് ദാറ്റ് ക്ലോറിനേഷൻ ഓഫ് വാട്ടർ സപ്ലൈ കൊണ്ട് ഇനാക്ടിവേറ്റ് ആവുന്നുണ്ട്. നമുക്ക് വെള്ളം ഹീറ്റിംഗ് at 60°C ഈസ് ഓക്കെ ആണ്. അത് 60° അല്ല 100° തന്നെ വേണം. ദെൻ ക്ലോറിനേഷൻ ഓഫ് വാട്ടർ സപ്ലൈ ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആസ്പെക്ട് നമ്മൾ PHC എന്നൊക്കെ വരുന്നുണ്ടല്ലോ, നമ്മുടെ വെൽ സാനിറ്റേഷൻ, വെൽ ക്ലോറിനേഷൻ ചെയ്യാനായിട്ട് എല്ലാവരുടെയും വീട്ടിൽ വരാറുണ്ട്. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ടു റെഡ്യൂസ് ഓർ ഇനാക്ടിവേറ്റ് ദ വിബ്രിയോ കോളറ. The toxin produced by Vibrio cholerae is an, so Vibrio cholerae ഒരു toxin produce ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്. So that is an endotoxin or exotoxin or both exo and endotoxin or does not produce any toxin. So Vibrio cholerae produce ചെയ്യുന്ന ഒരു toxin, that is exotoxins ആണ് Vibrio cholerae produce ചെയ്യുന്നത്. ഈ toxins ആണ് നമ്മുടെ ശരീരത്തിൽ വന്ന് നമ്മുടെ സെൽസുമായിട്ട് ബൈൻഡ് ചെയ്ത് നമുക്കത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. Then once a cholera case has been occurred, the area is declared free of cholera after how much time has passed since death or recovery of the last case. ഇപ്പോൾ നമ്മളൊരു കോളറ വന്നു, ഇപ്പം നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കോളറ വന്നെങ്കിൽ അത് എപ്പോഴാണ് നമ്മൾ കോളറ ഫ്രീ ആയി അല്ലെങ്കിൽ കോളറ കംപ്ലീറ്റ്ലി ക്യൂർ ആയി എന്ന് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ലാസ്റ്റ് കേസ് വന്ന് ആ ലാസ്റ്റ് കേസ് ഇപ്പം മീൻസ് ഡെത്ത് ഓർ എന്താ ലിവിങ് ആണോ ഡെത്ത് ആണോ ഏതായാലും declared free of cholera after how much time passed since the death or recovery of the last case. ആ ലാസ്റ്റ് കേസിൻ്റെ റിക്കവറി ആയിക്കോട്ടെ ഡെത്ത് ആയിക്കോട്ടെ അത് കഴിഞ്ഞ് എത്ര ഡേയ്സ് കഴിഞ്ഞാലാണ് നമുക്ക് കോളറ ഫ്രീ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് 5 days കഴിഞ്ഞിട്ടാണോ, 10 days ആണോ, 20 days ആണോ, 6 hours ആണോ? സോ ദ കറക്റ്റ് ആൻസർ ഇസ് 10 days. സോ വി ഹാവ് ടു
സേ ആ കോളറ ഫ്രീ ഫ്രം ദാറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്നത് ലാസ്റ്റ് കേസ് വന്ന് ഡെത്തോ റിക്കവറി ആയി 10 days കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കോളറ ഫ്രീ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇൻ ദ ടേം CVDPV ദ ആൽഫബറ്റ് C സ്റ്റാൻഡ്സ് ഫോർ. VDPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാക്സിൻ ഡെറിവേറ്റഡ് പോളിയോ വൈറസ് എന്നാണ് പറയുന്നത്. വാക്സിൻ ഡെറിവേറ്റഡ് പോളിയോ വൈറസ്. വാക്സിൻ ഡെറിവേറ്റഡ് പോളിയോ വൈറസ്. നമുക്കറിയാമല്ലോ ലൈവ് വാക്സിൻസ്, ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് ഒക്കെ അറിയാം. സോ ഇതിനകത്ത് ഈ VDPV ആണ് വാക്സിൻ ഡെറിവേറ്റഡ് പോളിയോ വൈറസ്. അതിൽ എന്താണ് ഈ C? കമ്മ്യൂണിറ്റി ആണോ, സർക്കുലേറ്റിംഗ് ആണോ, കോംപ്ലക്സ് ആണോ, ക്യുമുലേറ്റീവ് ആണോ? സോ ദ കറക്റ്റ് ആൻസർ ഈസ് സർക്കുലേറ്റിംഗ്. സർക്കുലേറ്റിംഗ് ആണ്. സർക്കുലേറ്റിംഗ് VDPV എന്നാണ് കറക്റ്റ് ഉത്തരം. ആ C എന്ന് പറയുന്നത്. ദെൻ VDPV നമുക്ക് എപ്പോഴും OPVയിലാണ് അവൈലബിൾ. ഓറൽ പോളിയോ വാക്സിനിൽ മാത്രമേ നമുക്ക് VDPV പറയാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് C, circulating VDPV. Next is pulse polio immunization was first held in India in the year. ഏത് ഇയറിലാണ് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ആദ്യം വന്നത്? അതുപോലെ എത്ര ഡോസ് യൂസ് ചെയ്തു അറ്റ് ആൻ ഇൻ്റർവെൽ ഓഫ് ഡാഷ് വീക്സ്? എത്ര വീക്സിൻ്റെ ഇൻ്റർവെല്ലിനുള്ളിലാണ് നമ്മളിത് കൊടുത്തത്? സോ ദീസ് ആർ ദ ഓപ്ഷൻസ്. 1988 ഉണ്ട്, 1998 ഉണ്ട്, 1995 ഉണ്ട്. പൾസ് പോളിയോ സ്ട്രാറ്റജി വാസ് നെവർ യൂസ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C ആണ്. 1995 തൊട്ട് 1996 നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 2 doses ആയിരുന്നു. 6 വീക്സിൻ്റെ ഇൻ്റർവെൽ. 6 ആഴ്ച കഴിഞ്ഞ് അടുത്ത 2 ഡോസ്, അങ്ങനെ അടുത്ത ഡോസ്. ഫസ്റ്റ് ഡോസ് കഴിഞ്ഞിട്ട് 6 ആഴ്ച കഴിഞ്ഞ് അടുത്ത ഡോസ്. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം 1995 to 96 ആണ് 2 ഡോസ് ഉണ്ടായിരുന്നുള്ളൂ. 6 വീക്സ് ഇൻ്റർവെൽ 2 ഡോസ്. So next is WHO certificates for free from polio is given according to. നമ്മുടെ WHO free from polio അല്ലെങ്കിൽ പോളിയോ ഫ്രീ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അതിൽ എന്ത് ക്രൈറ്റീരിയയുടെ ബേസിസിലാണ് നമ്മൾ WHO സർട്ടിഫിക്കറ്റ് തരുന്നത്? എന്തിൻ്റെ ഇതിലാണ്? ഇൻഡിവിജ്വൽ സ്റ്റേറ്റ്സിനാണോ, ഇൻഡിവിജ്വൽ കൺട്രീസ് ആണോ, ഇൻഡിവിജ്വൽ WHO റീജിയൻസ് ആണോ, ഫോർ എൻ്റയർ വേൾഡ് അറ്റ് എ സിംഗിൾ ടൈം ആണോ? എങ്ങനെയാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ്സ് WHO തരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ WHO റീജിയൻ. നമുക്ക് WHOയുടെ അണ്ടറിൽ വരുന്ന കൺട്രീസിൽ തന്നെ WHOയുടെ റീജിയൻ ഉണ്ട്. ഇൻഡിവിജ്വൽ റീജിയൻ അനുസരിച്ചാണ് നമുക്ക് എന്ത് തരുന്നത്? പോളിയോ ഫ്രീ സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള ഇറാഡിക്കേറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നത് അക്കോർഡിംഗ് ടു ദ WHO റീജിയൻ. Besides COVID, which of the following diseases has been recommended by WHO to be subjected to the test, track, treat strategy? നമുക്ക് കോവിഡ് അല്ലാണ്ട്, കോവിഡ് നമുക്ക് അങ്ങനെയായിരുന്നു, ടെസ്റ്റ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക എന്നായിരുന്നു. അതല്ലാണ്ട് വേറൊരു ഡിസീസിനും ഇതേ മെത്തേഡാണ്, സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തത്. ടെസ്റ്റ്, ട്രാക്ക് ആൻഡ് ട്രീറ്റ്. സോ ദാറ്റ് ഈസ് വാട്ട്? എബോളയ്ക്കാണോ, ഡെങ്കുവിനാണോ, TBക്കാണോ, മലേറിയയ്ക്കാണോ? എബോള നമുക്കറിയാം ഒരു എന്താണ്, ഒരു ഭീകരമായൊരു അസുഖമായിരുന്നു. നമ്മൾ എല്ലാവരും പേടിച്ചിരുന്ന ഒരു അസുഖമാണ് എബോള എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണോ അത് യൂസ് ചെയ്തത്? അതോ ഡെങ്കുവിനാണോ, TBക്കാണോ, മലേറിയയ്ക്കാണോ? ശരിക്കും പറഞ്ഞാൽ ഉത്തരം മലേറിയയാണ്. കാരണം മലേറിയ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ കേരളത്തിലായാലും നമുക്ക് കേരളത്തിൽ നിന്ന് മലേറിയ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോൾ എമിഗ്രൻസ് നമുക്ക് മീൻസ് അതിഥി തൊഴിലാളികൾ അങ്ങനെയുള്ള ആൾക്കാർ അതർ സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്നത് കൊണ്ട്, അതർ സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുള്ളത് കൊണ്ട് മലേറിയ കേസസ് ഇപ്പം നമുക്ക് 1-2 കേസസ് ഇങ്ങനെ പറയാറുണ്ട്. കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നില്ല, പക്ഷേ നമുക്ക് അതർ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കങ്ങനെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മലേറിയയ്ക്കാണ് നമ്മൾ ടെസ്റ്റ്, ട്രാക്ക് ആൻഡ് ട്രീറ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്ത് അവർ ട്രാക്ക് ചെയ്ത് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫർദർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 36th question, which country is being called as diabetes capital of the world? അതൊരു GK ക്വസ്റ്റ്യൻ പോലെ തന്നെ നമുക്ക് പറയാം. കാരണം ഡയബറ്റിക് വേൾഡ് അല്ലെങ്കിൽ ഡയബറ്റീസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നത് ഏതാണ് കൺട്രി എന്ന ചോദ്യം. ഫിൻലൻഡ് ആണോ, ഇന്ത്യ ആണോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണോ, നൗറു ഐലൻഡ് ആണോ? നമുക്ക് അഭിമാനിക്കാം, ദാറ്റ് ഈസ് ഇന്ത്യ. കാരണം നമ്മുടെ ഇന്ത്യ ഇപ്പം ഡയബറ്റീസ് ക്യാപിറ്റലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഉണ്ട് ഡയബറ്റീസ്. കാരണം ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കായാൽ കൂടി നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആയതുകൊണ്ട്, പണ്ടത്തെ ഉള്ളതല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി മാറി നമുക്ക് കുറച്ചുകൂടി എന്താണ് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലൊക്കെ ആയതുകൊണ്ട് ഡയബറ്റീസിൻ്റെ കേസസ് കൂടുതലാണ്. സോ ഇറ്റ് ഈസ് അഷെയിം ദാറ്റ് ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ്. The next is excessive use of talcum powder is a risk factor for cancer of. ഇതിൽ നമ്മൾ ടാൽക്കം പൗഡറിൻ്റെ എക്സസീവ് യൂസ് കാരണം എന്ത് ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് വരുന്നത്? ലങ്സ് ആണോ, ഓവറി ആണോ, യൂട്രസ് ആണോ, സ്റ്റൊമക്ക് ആണോ? നമ്മൾ പൊതുവേ നമുക്കത് ഈ ടാൽക്കം പൗഡർ, ആ പൗഡറിൻ്റെ ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും കുത്താൻ ചാൻസ് ഏതിലോട്ടാണ്? ലങ്സിലോട്ടായിരിക്കും. പക്ഷെ നമുക്ക് വരുന്നത് ഓവറിക്കാണ് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതൽ. നമ്മളതായത്
ജനറ്റൽ റീജിയനിൽ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കോസസ് കൂടുതലായിട്ട് വരുന്നത്. സോ ഓവറിയിൽ എന്താണ് ടാൽക്കം പൗഡറിൻ്റെ ഓവർ യൂസ് കാരണം നമുക്ക് ഓവറിയൻ ക്യാൻസർ വരാനാണ് ചാൻസ് കൂടുതൽ. Next is use of combined oral contraceptives account for an increase in the risk of. നമ്മൾ കമ്പൈൻഡ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് അധികമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻഡ് പിൽസ് ഒക്കെ ഉണ്ട്, കുറേ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പിൽസ്, ഓറൽ പിൽസ്, കോൺട്രാസെപ്റ്റീവ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിസ്ക് ഫോർ വിച്ച് ക്യാൻസർ, ദാറ്റ് ഇസ് ബ്രസ്റ്റ് ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഓർ എൻഡോമെട്രിയൽ ക്യാൻസർ ഓർ നൺ. So the answer is breast cancer. So it is an increased risk for causing breast cancer when we use a combined oral contraceptives. Next is Haddon's matrix is a model used for explaining the epidemiology and prevention of. Haddon's matrix എന്ന് പറഞ്ഞൊരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു തിയറി പോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് എന്തിൻ്റെ പ്രിവെൻഷനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എപ്പിഡമിയോളജി ആൻഡ് പ്രിവെൻഷൻ ഓഫ് വാട്ട്? IHD ആണോ, ട്യൂബർക്കുലോസിസ് ആണോ, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ആണോ, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോബ്ലംസിനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഈസ് റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്. സോ ഹാഡോൺസ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതാണ്, ഒരു ട്രയാങ്കിൾ പോലെ അല്ലെങ്കിൽ 3 ഫേസ് ഉള്ളൊരു സംഭവമാണ്. അതായത് വില്യം ഹാഡോൺ 1970 ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ടു ലുക്ക് അറ്റ് ദ പ്ലാനിങ് ഫോർ ഇഞ്ചുറി ഇൻ്റർവെൻഷൻസ് ആൻഡ് പ്രിവെൻഷൻ. ഇഞ്ചുറി ഇൻ്റർവെൻഷൻസും പ്രിവെൻഷൻസും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഹാഡോൺ ഡെവലപ്ഡ് ബൈ വില്യം ഹാഡോൺ 1970 ടു ലുക്ക് അറ്റ് പ്ലാനിങ് ഫോർ ഇഞ്ചുറി ഇൻ്റർവെൻഷൻസ് ആൻഡ് പ്രിവെൻഷൻ. ദെൻ 3 ഫേസസ് ആണുള്ളത്. അതായത് പ്രീ ക്രാഷ്, ക്രാഷ് ആൻഡ് പോസ്റ്റ് ക്രാഷ്. അതിങ്ങനെ ഇത് സംഭവം കൊണ്ടുവരുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രോമ ഉണ്ടായിക്കഴിഞ്ഞാൽ പോസ്റ്റ് ട്രോമാറ്റിക് ആണ് എപ്പോഴും ആൾക്കാർക്ക് ഡിപ്രഷൻ അല്ലെങ്കിൽ കൂടുതൽ ബോഡി ഹാം ആയിട്ടില്ലെങ്കിൽ കൂടിയും ആ ക്രാഷ് ഉണ്ടായ സമയത്ത് അവരോട് ഉണ്ടായിരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ക്രാഷിൽ ഉൾപ്പെട്ടതുകൊണ്ടോ അവർ സൈക്കോളജിക്കലി ഡിപ്രസ്ഡ് ആവും, അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെയിലി ലിവിങ്ങിലുള്ള ഭാഗങ്ങളൊക്കെ മീൻസ് അഫക്റ്റ് ചെയ്യും, ബാക്കി ഡെയിലി ലിവിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് വരാം. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷനും ഇൻ്റർവെൻഷനും വേണ്ടിയിട്ടാണ് നമ്മൾ വില്യം ഹാഡോൺ മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രാറ്റജി കൊണ്ടുവരുന്നത്. അതിനകത്ത് പ്രീ ക്രാഷ്, ക്രാഷ് ആൻഡ് പോസ്റ്റ് ക്രാഷ് എങ്ങനെയായിരുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇഞ്ചുറി ഇൻ്റർവെൻഷൻസും പ്രിവെൻഷൻ മെഷേഴ്സും എടുക്കുന്നത്. So that is regarding the Haddon matrix. The next question is rule of halves in hypertension is an example of iceberg phenomena. Rule of halves. എന്താണ് ഈ rule of halves? ഹൈപ്പർടെൻഷനിൽ റൂൾ ഓഫ് ഹാവ്സ് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? ഐസ്ബർഗ് ഫിനോമിന ആണോ, സ്പെക്ട്രം ഓഫ് ഡിസീസ് ആണോ, ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് ഡിസീസ് ആണോ, അതോ വേരിയസ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ? ഹൈപ്പർടെൻഷനിൽ റൂൾ ഓഫ് ഹാഫ് എന്തിനെക്കുറിച്ചാണ്, എന്ത് ഫിനോമിനയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ദ ആൻസർ ഈസ് ഐസ്ബർഗ് ഫിനോമിനൻ ആണ്. ഐസ്ബർഗ് ഫിനോമിനൻ നമുക്കറിയാം. എന്താണ് ഐസ്ബർഗ് ഫിനോമിനൻ? നമ്മളെപ്പോഴും അത് മനസ്സിലാക്കേണ്ട കാര്യം, ഐസ്ബർഗ് ഫിനോമിനൻ നമുക്കറിയാവുന്നതാണ്. നമ്മളൊരു സീ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ നമ്മൾ പുറത്ത് കാണുന്നുള്ളൂ, പക്ഷേ താഴോട്ട് ഇത്രയും ഭാഗങ്ങൾ സബ്മേർജ്ഡാണ്. അപ്പം നമ്മുടെ ക്ലിനിക്കൽ കണ്ടീഷൻ, ഒരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ ഈ സബ്മേർജ്ഡാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉള്ളത്. അതുകൊണ്ടാണ് ഐസ്ബർഗ് ഫിനോമിനയുടെ ഇതാണെന്ന് പറയാൻ, മീൻസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് റൂൾ ഓഫ് ഹാവ്സ് എന്ന് പറയുന്നത്. അത് ഞാൻ ഡിഫൈൻ ചെയ്തു തരാം എന്താന്ന്. അതായത് റൂൾ ഓഫ് ഹാവ്സ് ഓഫ് ഹൈപ്പർടെൻഷൻ പറയുന്ന റൂൾ 1, ഹാഫ് ദ പീപ്പിൾ വിത്ത് ഹൈ ബ്ലഡ് പ്രഷർ ആർ നോട്ട് നോൺ. അതായത് ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ടുള്ള പകുതി ആൾക്കാരെ നമുക്ക് അറിയില്ല. അതാണ് ഈ ഐസ്ബർഗ് ഫിനോമിനൻ പറഞ്ഞത്. നമ്മൾ പുറമേ കാണുന്നത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കി എല്ലാവരും സബ് ക്ലിനിക്കലായിട്ട് ഇരിക്കുവാണ്. കാരണം പകുതി പേര് മാത്രമേ എന്താവുന്നുള്ളൂ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരെ പകുതി പേര് മാത്രമേ ട്രീറ്റ്മെൻറ്റിന് വരുന്നുള്ളൂ. ദെൻ റൂൾ 2 പറയുന്നത് ഹാഫ് ഓഫ് ദോസ് നോൺ ആർ നോട്ട് ട്രീറ്റഡ്. ഇപ്പോൾ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെന്നറിഞ്ഞാലും അതിൽ പകുതി പേര് മാത്രമേ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുള്ളൂ. ദെൻ റൂൾ 3 പറയുന്നത് ഹാഫ് ഓഫ് ദോസ് ട്രീറ്റഡ് ആർ നോട്ട് കൺട്രോൾ. ആ പകുതി പേര് ട്രീറ്റ്മെൻറ്റിൽ പോകുന്നതിലും അതിലും പകുതി പേര് എന്താണ്, ആ ഹൈപ്പർ ടെൻഷൻ എന്നുള്ളൊരു സ്റ്റേറ്റ് കൺട്രോളിലാകുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. സോ ദാറ്റ് ഈസ് എ റൂൾ ഓഫ് ഹാഫ്. മനസ്സിലായോ? പകുതി പേരാണ് ഹൈ പ്രഷർ ബ്ലഡ് പ്രഷർ ഉള്ളവർ ട്രീറ്റ്മെൻറ്റിന് പോകുന്നത്, അതിൽ പകുതി പേര് മാത്രമേ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുള്ളൂ, അതിൽ പകുതി പേര് മാത്രമേ എന്താവുന്നുള്ളൂ, BP കൺട്രോൾ ആകുന്നുള്ളൂ. ദാറ്റ് ഈസ് എ റൂൾ ഓഫ് ഹാഫ്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദ ഐസ്ബർഗ് ഫിനോമിനൻ. So next is what? In NVBDCP. NVBDCP എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ആണ്, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. നമ്മുടെ വെക്ടർ ബോൺ ഡിസീസസ് ഒത്തിരി ഉണ്ട്, അതിൻ്റെ കൺട്രോൾ പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ ഇൻ ദാറ്റ് ഇൻസെക്ടിസൈഡ് സ്പ്രേയിങ് ഓപ്പറേഷൻസ് ആർ ദ ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൂം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുന്ന ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്? അല്ലെങ്കിൽ നമ്മൾ വെക്ടർ ഡിസീസ് കൺട്രോൾ, വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ ഭാഗമായി മലേറിയ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിൽ വരാറുണ്ട് അല്ലേ, വെക്ടറിനെ സ്പ്രേ അടിക്കാനായിട്ട്, ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ആ ഓപ്പറേഷനെ ഹെഡ് ചെയ്യുന്നത് ആൾക്കാർ ആരാണ്?
So that is district vector-borne disease control officer ആണോ, then MO in charge of the PHC ആണോ, അതോ SPO ആണോ, സ്റ്റേറ്റ് ഓഫീസർ ആണ് SPO, then ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ആണോ, ഇതിൽ ആരാണ് നമ്മുടെ ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത്? സോ ദ ആൻസർ ഈസ് വാട്ട്, ഡിസ്ട്രിക്ട് വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസറിനാണ് ആ ചാർജ് വരുന്നത്. In urban malaria scheme, the main focus is on, നമ്മുടെ അർബൻ മലേറിയ സ്കീമിൽ മെയിൻ ഫോക്കസ് എന്താണ്? അർബൻ മലേറിയ സ്കീം എന്ന് പറഞ്ഞാൽ റൂറൽ അർബൻ വ്യത്യാസമുണ്ട്. അർബൻ ഏരിയ ആകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ മൊസ്കിറ്റോ എന്താണ് നമ്പർ ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. കാരണം അർബൻ ഏരിയയിൽ നമുക്ക് ക്ലോസ്ഡ് ആണ്, അടുത്തടുത്ത വീടുകളാണ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസിനൊക്കെ ബുദ്ധിമുട്ട് കാണും. അങ്ങനെ വരുമ്പോൾ ഈ മൊസ്കിറ്റോസിന് വളരാൻ എളുപ്പമാണ്. അപ്പോൾ അഡൽട്ട് മൊസ്കിറ്റോ കൺട്രോൾ ആണോ, ലാർവൽ മൊസ്കിറ്റോ കൺട്രോൾ ആണോ, ബോത്ത് അഡൽട്ട് ആൻഡ് ലാർവൽ മൊസ്കിറ്റോ കൺട്രോൾ ആണോ, ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ഡ്രഗ്സ് ത്രൂ ഫിക്സഡ് സെൻറ്റേഴ്സ് വഴി നമ്മൾ ഡ്രഗ്സ് കൊടുക്കും? ഇതിലേതാണ് ചെയ്യുന്നത്? അർബൻ മലേറിയ സ്കീമിനകത്ത് വരുന്നതിൻ്റെ ഉത്തരം ലാർവൽ മൊസ്കിറ്റോ കൺട്രോളാണ് നമ്മളവിടെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഈ അർബൻ ഏരിയാസ് ആകുമ്പോഴത്തേക്കും കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ സംഭവങ്ങളും പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്കുള്ള സൺഷെയ്ഡുകളിലും ഒക്കെ പ്രോപ്പറായിട്ട് ഇത് വാട്ടർ ഡ്രെയിനേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കും. അപ്പോൾ അവിടെ നമുക്ക് മൊസ്കിറ്റോ ലാർവ എന്താണ് പെറ്റ് പെരുകാൻ ചാൻസ് കൂടുതലല്ല, ലാർവയുടെ എമൗണ്ട് കൂടും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് അർബൻ സ്കീം ആകുമ്പോൾ നമ്മൾ ലാർവൽ മൊസ്കിറ്റോ കൺട്രോളിൻ്റെ മെഷേഴ്സ് മാത്രം നമ്മളവിടെ നോക്കിയാൽ മതി. സോ നെക്സ്റ്റ് ഈസ് Sparsh campaign was created to create awareness and remove stigma about what? Sparsh campaign. Sparsh എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ രൂപീകരിച്ചിരുന്നു. അത് എന്തിൻ്റെ അവയർനെസ്സിനാണ്? ഏത് ഡിസീസ് പ്രിവെൻഷൻ്റെ അവയർനെസ്സിനാണ് നമ്മൾ സ്പർശ് ക്യാമ്പയിൻ കൊണ്ടുവന്നത്? സോ ദ ആൻസർ ട്യൂബർക്യുലോസിസ് ആണോ, ലെപ്രസി ആണോ, അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസിനാണോ, HIV ആൻഡ് AIDS ആണോ? ഇതിൽ ഏതാണ് ഉത്തരം? സോ ദ ആൻസർ ഈസ് ലെപ്രസി. ലെപ്രസിയാണ് നമ്മൾ സ്പർശ അല്ലേ. നമുക്ക് ലെപ്രസി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ പാച്ചസ് പോലെ വരും, നമുക്ക് ടച്ച് ചെയ്യാൻ അറിയാൻ പറ്റില്ല. അതുപോലെ നമ്മൾ സ്കിൻ കോണ്ടാക്ട് വഴി നമുക്കത് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനത്തെ കുറേ മിത്തും കാര്യങ്ങളും കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ ലെപ്രസിയെ പറ്റി കേട്ടിട്ടുണ്ട്. സോ സ്പർശ് ക്യാമ്പയിൻ വന്നത് നമുക്ക് ലെപ്രസിക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ നിക്ഷയ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് സർവൈലൻസ് സിസ്റ്റമാണ് TBക്ക് വേണ്ടി. TB പേഷ്യൻസിന് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തുടങ്ങിയത് തന്നെ ഡോട്ട്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി ഓഫ്സെറ്റ് ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നിക്ഷയ് എന്ന് പറഞ്ഞിട്ടൊരു രജിസ്ട്രേഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻറ്റ് കറക്റ്റായിട്ട് മെഡിസിൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കുറച്ച് സിസ്റ്റംസ് ഒക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് ട്രാക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ നിക്ഷയ് എന്ന് പറയുന്ന ഒരു ഇത് യൂസ് ചെയ്യുന്നത്. Next is 44th question, that is National Physical Fitness Protocol has been launched. National Physical Fitness Protocol നമ്മുടെ ഇന്ത്യയിൽ എന്നാണ് വന്നത്? ഏത് ഇയർ ആണ്? 2014, 17, 19 or 20? So the answer is 2020. 24th September 2020 നമുക്ക് നാഷണൽ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോട്ടോകോൾ വരുന്നത്. ഓക്കെ, നാഷണൽ ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോട്ടോകോൾ. Then what is ലക്ഷ്യ ഇനിഷ്യേറ്റീവ്? ഈ ലക്ഷ്യ എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് എന്താണ്? ദാറ്റ് ഈസ് സംതിങ് ഈസ് ന്യൂ ആണ്. കുറച്ചുകൂടി മുന്നേ ഇതില്ലായിരുന്നു, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. ഇത് ബേസിക്കലി നമുക്ക് എപ്പോഴും അറിയാം, നമ്മൾ പ്രൈമറി ഹെൽത്ത് കെയർ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നു മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ അല്ലേ, അവരാണ് ഏറ്റവും ഹൈ റിസ്ക്കിലുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിനെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം അവരാണ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ റിസ്ക് കൂടിയ ആൾക്കാരാണ്. കാരണം ഈ നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഒത്തിരി കൂടുതലായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രൈമറി ഹെൽത്ത് കെയർ കൺസെപ്റ്റും MCH കെയർ കൺസെപ്റ്റും ഒക്കെ വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് ഹൈടെക്കിലോട്ട് വന്നപ്പോഴാണ് ഈ ലക്ഷ്യ എന്ന് പറയുന്നൊരു സംഭവം വന്നത്. അത് വേറൊന്നുമല്ല, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഹാസ് ലോഞ്ച് ദ പ്രോഗ്രാം ലക്ഷ്യ, ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഇൻ ലേബർ റൂം ആൻഡ് മെറ്റേണിറ്റി OT aimed at improving the quality of care for mothers and newborn during intrapartum and immediate postpartum period. അപ്പോൾ നമുക്ക് PHCകളിലായാലും CHCകളിലായാലും ഏത് ഹോസ്പിറ്റലിൽ ടെർഷ്യറി ലെവൽ ഹോസ്പിറ്റലായാലും നമുക്ക് ലേബർ കോട്ട് ഉണ്ട്, ലേബർ OT ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ന്യൂ ബോൺ കെയറിനും നമ്മുടെ അമ്മയുടെ കെയറിനും ഒക്കെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതിൽ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇനിഷ്യേറ്റീവാണ് ഫോർ ദ ലേബർ റൂം ആൻഡ് മെറ്റേണിറ്റി OT. അവിടെ എന്ത് നമ്മൾ എയിം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഓഫ് കെയർ ഓഫ് മദറിൻ്റെ കെയറിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ ന്യൂ ബോണിന് ഡ്യൂറിങ് ഇൻട്രാപാർട്ടം ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പിലും നമുക്ക് ബേബിയെ പോസ്റ്റ് പാർട്ടം പീരീഡിലും ബേബിയുടെ കെയറിനും ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദറ്റ് ഈസ് സ്റ്റാർട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. LAQSHYA ആണ് ലക്ഷ്യ. So next is, out of the 8 MDGs, how many were exclusively focused on health? MDGs അറിയാം, മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ആണ്. നമ്മുടെ ഡെവലപ്മെൻറ്റ് ഗോളിൽ പറയുന്നതാണ്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ ഉണ്ട്, അതുപോലെ സസ്റ്റൈനിങ് ഡെവലപ്മെൻറ്റ് ഗോൾ ഉണ്ട്. അത് നമുക്ക് MDGs 8 എണ്ണമാണുള്ളത്. അതിൽ എത്ര എണ്ണമാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള MDG എന്നാണ്? 1, 2, 3 or 4? The answer is 3 ആണ്.
മൂന്നെണ്ണവേ ഉള്ളൂ നമുക്ക്. അതിലേതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ ആണ്. അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ, പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ആൻഡ് then combat HIV, AIDS or malaria and other diseases. So this one 4, 5 and 6 ഈ മൂന്നെണ്ണമാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് MDGയുടെ. ഫസ്റ്റ് വൺ ഈസ് റെഡ്യൂസ് ദ ചൈൽഡ് മോർട്ടാലിറ്റി, ദെൻ മെറ്റേണൽ ഹെൽത്തിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, ദെൻ HIV or AIDS അല്ലെങ്കിൽ മലേറിയ അങ്ങനത്തെ ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളും. ഇത് ഇത്രയാണ് നമ്മുടെ MDGയിൽ പറയുന്ന ഹെൽത്ത് റിലേറ്റഡ് ഗോൾസ് എന്ന് പറയുന്ന മൂന്നെണ്ണം. ദെൻ മാല ഡി ആൻഡ് മാല എൻ. എന്താണ് മാല ഡി ആൻഡ് മാല എൻ എന്നറിയാം, കോൺട്രാസെപ്റ്റീവ് പിൽസ് ആണ്. സോ മാല ഡി ആൻഡ് മാല എൻ എന്ന് പറയുന്നത് ലോ ഡോസ് മോണോഫേസിക് പിൽസ് ആണോ, ഹൈ ഡോസ് മൾട്ടിഫേസിക് പിൽസ് ആണോ, ലോ ഡോസ് മൾട്ടിഫേസിക് ആണോ, ഹൈ ഡോസ് മോണോഫേസിക് പിൽസ് ആണോ. സോ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. മാല ഡി ആൻഡ് മാല എൻ ആർ വാട്ട് ടൈപ്പ് ഓഫ് പിൽ ദേ ആർ. സോ ദ ആൻസർ ഈസ് എ, ലോ ഡോസ് മോണോഫേസിക് പിൽസ്. സോ മോണോഫേസിക് എന്ന് പറയുമ്പോൾ എന്താണ്, മോണോഫേസിക്കിനകത്ത് നമുക്ക് രണ്ട് ഹോർമോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് എ ഹോർമോൺ, ഈക്വൽ എമൗണ്ട് ഓഫ് ഹോർമോൺ ആണുള്ളത്. ഈസ്ട്രജൻ ആയാലും പ്രൊജസ്ട്രോൺ ആയാലും ഈക്വൽ എമൗണ്ട് ഓഫ് ഹോർമോൺ ആണുള്ളത്. മൾട്ടി ഫേസിക് ആകുമ്പോൾ ഈക്വൽ എമൗണ്ടിലായിരിക്കില്ല, കുറച്ച് വ്യത്യാസങ്ങളുണ്ടാകും. ചിലപ്പോൾ ഈസ്ട്രജൻ കൂടുതൽ പ്രൊജസ്ട്രോൺ കുറവ്, അങ്ങനെ ഉള്ള കുറച്ച് വ്യത്യാസത്തിലായിരിക്കും നമുക്ക് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ലോ ഡോസ് ഉണ്ട്, ഹൈ ഡോസും ഉണ്ട്. ദാറ്റ് ഈസ് മോണോഫേസിക് ആൻഡ് മൾട്ടിഫേസിക്. ഇറ്റ് ഈസ് ഓൾട്ടേർഡ് റേഷ്യോ ഓഫ് ഹോർമോൺസ് ഡ്യൂറിങ് ദ സൈക്കിൾ. നമ്മൾ 21 ഡേ സൈക്കിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പിൽസ് ഒക്കെ കൊടുക്കുന്നത്. 21 ഡേ സൈക്കിൾ അത്രയും നാൾ കഴിക്കാനായിട്ട്. അപ്പോൾ അതിൽ മോണോഫേസിക്കും ഉണ്ട്, മൾട്ടിഫേസിക്കും ഉണ്ട്. സോ നെക്സ്റ്റ് ഈസ് ഇന്ത്യ ബിലോങ്സ് ടു വിച്ച് സ്റ്റേജ് ഓഫ് ദ ഡെമോഗ്രഫിക് സൈക്കിൾ. നമ്മുടെ ഡെമോഗ്രഫിക് സൈക്കിളിന് ഓരോ സ്റ്റേജസ് ഉണ്ട്. അതിൽ ഏത് സ്റ്റേജിലാണ് ഇന്ത്യ വരുന്നത്? ഹൈ സ്റ്റേഷനറി, ലേറ്റ് എക്സ്പാൻഡിങ്, ഏർലി എക്സ്പാൻഡിങ് ആൻഡ് ലോ സ്റ്റേഷനറി. സോ ദ ആൻസർ ഈസ് ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ലേറ്റ് എക്സ്പാൻഡിങ് ആണ്. ദാറ്റ് ഈസ് ഡെത്ത് റേറ്റ് ഡിക്ലൈൻ സ്റ്റിൽ ഫർദർ ആൻഡ് ബർത്ത് റേറ്റ് ടെൻസ് ടു ഫോൾ ആണ്. നമുക്ക് ഡെത്ത് റേറ്റ് ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, ബർത്ത് റേറ്റ് നമുക്ക് എന്ത് ചെയ്യും, ടെൻസ് ടു ഫോൾ, ബട്ട് പോപ്പുലേഷൻ ടെൻസ് ടു ഗ്രോ. അവിടെ പോപ്പുലേഷൻ നമുക്ക് വീണ്ടും കൂടുവാണ്. കാരണം ആസ് ബർത്ത് റേറ്റ് സൂപ്പർസീഡ്സ് ദ ഡെത്ത് റേറ്റ് ബട്ട് റേറ്റ്സ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത് ഡീസിലറേറ്റ്. നമുക്കവിടെ ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റിനെ ആ സ്ഥാനത്താണ് ബർത്ത് റേറ്റ് വരുവാണ്, പക്ഷേ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഡീസിലറേറ്റ് ചെയ്യുന്നു. അതാണ് ലേറ്റ് എക്സ്പാൻഡിങ് എന്ന് പറയുന്നത്. ലേറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെമോഗ്രഫിക് സൈക്കിളിൻ്റെ സ്റ്റേജിലാണ് നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് സൈക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഫീക്കൻഡിറ്റി ഓഫ് എ വിമൻ ഡിനോട്ട്സ്. എന്താണ് ഈ ഫീക്കൻഡിറ്റി? ഒരു വിമൻ്റെ ഫീക്കൻഡിറ്റി എന്ന് പറയുന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആക്ച്വൽ ബെയറിംഗ് ഓഫ് ചിൽഡ്രൻ ആണോ, ഫെർട്ടിലിറ്റി പാറ്റേൺ ഓഫ് വിമൻ ആണോ, ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് വിമൻ ആണോ, ഏജ് ഓഫ് മാരേജ് ഓഫ് വിമൻ ആണോ? ഇതിൽ ഏതാണ് ഉത്തരം വരുന്നത്? ആക്ച്വൽ ബെയറിംഗ് ഓഫ് ചിൽഡ്രൻ ഓർ ഫെർട്ടിലിറ്റി പാറ്റേൺ ഓർ ചൈൽഡ് ബെയറിംഗ്? ദ കറക്റ്റ് ആൻസർ ഈസ് എ ചൈൽഡ് ബെയറിംഗ് ഓഫ് എ കപ്പാസിറ്റി ഓഫ് എ വിമൻ. ഒരു വിമൻ്റെ ചൈൽഡ് ബെയറിംഗ് കപ്പാസിറ്റിയാണ്, എത്ര കുട്ടികൾ ആവാമെന്നുള്ളതിൻ്റെ അവരുടെ കപ്പാസിറ്റി നോക്കുന്നതിനാണ് നമ്മൾ ഫീക്കൻഡിറ്റി ഓഫ് എ വിമൻ എന്ന് പറയുന്നത്. So the last and final question, that is all of the following are true about the injectable contraceptive Antara. That is injectable contraceptive ഒരു പേര് കൊടുത്തിട്ടുണ്ട്, അന്തര എന്നാണ്. സോ അതിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് മീൻസ് ട്രൂ, ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രൊജസ്ട്രോൺ ഓൺലി ഇഞ്ചക്ഷൻ ആണോ? വൺ സ്റ്റോപ്ഡ് ഫെർട്ടിലിറ്റി റെസ്യൂംസ് വിത്തിൻ എ മന്ത്. ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർട്ടിലിറ്റി വീണ്ടും അടുത്ത മാസം തൊട്ട് വീണ്ടും ഫെർട്ടിലിറ്റി വരാം, മീൻസ് കോൺട്രാസെപ്റ്റീവിൻ്റെ എഫക്റ്റ് കുറഞ്ഞു, ഫെർട്ടൈൽ ആവാനുള്ള ചാൻസ് കൂടുതലെന്നാണോ? സ്യൂട്ടബിൾ ഫോർ ലാക്ടേറ്റിംഗ് വിമൻ ആഫ്റ്റർ 6 weeks ഓഫ് ചൈൽഡ് ബർത്ത്. 6 weeks ചൈൽഡ് ബർത്ത് കഴിഞ്ഞ് 6 weeks കഴിഞ്ഞ് നമുക്ക് അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഇഞ്ചക്ഷൻ. ഗിവൺ ഡീപ്പ് IM എവറി 3 months ഇൻ ആംസ്, തൈസ് ഓർ ബട്ടക്സ്. നമുക്ക് 3 months ഓർ മീൻസ് IM ആയിട്ട് നമുക്ക് ഓരോ 3 മാസം കൂടുതലും ആമിലും തൈയിലും ബട്ടക്സിലും കൊടുക്കാൻ പറ്റുന്ന ഇഞ്ചക്ഷനാണ്. സോ ഇതിൽ ട്രൂ മീൻസ് വിച്ച് ആർ ട്രൂ അബൌട്ട്, ഇതിൽ ട്രൂ എന്ന് പറയുന്നത് വൺ സ്റ്റോപ്ഡ് ഫെർട്ടിലിറ്റി റെസ്യൂംസ് വിത്തിൻ എ മന്ത് എന്നാണ്. സോ ഓൺ സ്റ്റോപ്പ് ചെയ്താൽ ഫെർട്ടിലിറ്റി റെസ്യൂംസ് വിത്തിൻ എ മന്ത് എന്നുള്ളതാണ് ഇതിൽ ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. സോ വാട്ട് ഓൾ ഓഫ് ദ ഫോളോയിങ് ആർ ബാക്കിയെല്ലാം ശരിയാണ്, ഇതാണ് തെറ്റ്. വൺ സ്റ്റോപ്ഡ് ഫെർട്ടിലിറ്റി റെസ്യൂംസ് വിത്തിൻ എ മന്ത് എന്നുള്ളതാണ് തെറ്റ്, ബാക്കിയെല്ലാം ശരിയാണ്. നമുക്ക് പ്രൊജസ്ട്രോൺ ഓൺലി ഇഞ്ചക്ഷൻ ആണ്, അതുപോലെ സ്യൂട്ടബിൾ ഫോർ ലാക്ടേറ്റിംഗ് വിമൻ ആണ്, ഗിവൺ ഡീപ്പ് IM എവറി 3 months ആണ്. സോ ദീസ് ആർ ഓൾ ടുഡേയ്സ് ഡിസ്കഷൻ. സോ ഇന്ന് നമ്മൾ 50 ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് ഇത്രയാണ് ഉള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറേ ഭാഗങ്ങളുണ്ട്, അത് നമുക്ക് ഡീറ്റെയിലി ക്ലാസ്സസിൽ കാണാം. ഇന്നത്തെ ഇത്രയും സെഷൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് 50 ക്വസ്റ്റ്യൻ മാക്സിമം എല്ലാ ടോപ്പിക്കിൽ നിന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽ ഈ ക്ലാസ്സസിലുണ്ട്. സോ എത്രയും വേഗം തന്നെ ലോങ് ടേം ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, എങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ക്ലാസ്സസിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. താങ്ക് യു.